വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മൾ ഇടപെടാനായിട്ട് പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കടന്നു വന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിന് കരം ചലിച്ച് ദൈവത്തിൻ്റെ വിടുതൽ അനുഭവിച്ചറിഞ്ഞ് മടങ്ങിപ്പോകുവാൻ സർവശക്തനായ ദൈവം ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഡൊമിനിക് അവറുകൾ മുൻപോട്ട് വന്ന ദൈവനെ ശുശ്രൂഷിക്കും. കർത്തൃദാസനെ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ അനുഗ്രഹീതമായ നല്ല പകലിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ഇങ്ങനൊരു അവസരം കർത്താവ് ഒരുക്കിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൽ അനുഗ്രഹീതനായ കർത്താവിൻ്റെ അഭിഷിക്തന്മാർ, വളരെ മനോഹരമായി ഗാനശുശ്രൂഷിക്കുന്നതിൽ നൽകിയ പ്രിയപ്പെട്ടവർ, മീഡിയ ടീം, കടന്നു വന്ന ദൈവമക്കൾ, ലൈവിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവർ, എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. വളരെ വേഗം ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പലരും വളരെ ഉദ്യോഗജനകമായിരിക്കുന്ന ഒരു സമയമാണിത്. കാരണം ഇലക്ഷൻ്റെ റിസൾട്ട് അറിയുവാനുള്ള ഒരു ആവേശവും ഒരാഗ്രഹവുമൊക്കെ നമുക്കുണ്ട്. ഞാനിവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആളുകളാണ് ഇതിനകത്തിരിക്കുന്ന എല്ലാവരും. ഇതിനപ്പുറത്തൊരു തെരഞ്ഞെടുപ്പ് ഇനി ഉണ്ടാവാനില്ല. കോടിക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് എന്നെയും നിങ്ങളെയും പേർ ചൊല്ലി വിളിച്ച് അവൻ്റെ രാജ്യത്തിലാക്കി വെച്ചതാണ് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഞാനും നിങ്ങളും വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിനെ ഓർത്ത് നിങ്ങൾ ആരും ടെൻഷനാകണ്ട. ദൈവഗത പ്രകാരമുള്ള നല്ല ഭരണങ്ങൾ നമ്മുടെ ദേശങ്ങളിൽ, നമ്മുടെ രാജ്യത്തിലുണ്ടാകും. സ്തോത്രം. അതുകൊണ്ട് ആരും ടെൻഷനായിട്ടിരിക്കണ്ട എന്ന് പ്രാരംഭത്തിൽ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അല്പനിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമാക്കി ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമുക്ക് വേഗത്തിലൊന്ന് വായിച്ച് ചില കാര്യങ്ങൾ വേഗത്തിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മതി. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ 2 ന്യായാധിപന്മാരെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2 ന്യായാധിപന്മാർ. ഒന്നാമത്തെ ന്യായാധിപനെ അവിടെ വിളിച്ചിരിക്കുന്നത് അനീതിയുള്ള ന്യായാധിപൻ എന്നാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് നീതിയുള്ള ന്യായാധിപനെ കുറിച്ചാണ്. അനീതിയുള്ള ന്യായാധിപന്റെ അടുക്കൽ നിരന്തരമായി വിധവയായ ഒരു സ്ത്രീ കടന്നു ചെല്ലുകയും അവൾക്ക് വേണ്ടി ഏതോ വിഷയങ്ങളിൽ പ്രതിക്രിയ ചെയ്യണമെന്ന് അവൾ അപേക്ഷിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ അയാൾ ആദ്യമൊന്നും ഈ സ്ത്രീയെ മൈൻഡ് ചെയ്തില്ല. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഇയാൾ നിന്നിട്ട് പറയുന്ന ഒരു പദം അവിടെ എഴുതിയിട്ടുണ്ട്: എനിക്ക് ദൈവത്തെ പേടിയില്ല, എനിക്ക് മനുഷ്യനെ ശങ്കയുമില്ല. പക്ഷേ ഇവൾ നിരന്തരമായി എന്നെ ഇങ്ങനെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഇവൾക്ക് ഞാൻ പ്രതിക്രിയ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവസാനം ഇവൾ തിരിഞ്ഞ് എൻ്റെ മുഖത്തടിക്കും എന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്തു കൊടുത്തു. അനീതിയുള്ള ന്യായാധിപന്റെ അടുക്കൽ പോലും നിരന്തരമായി കടന്നു വന്ന് തന്നെ അസഹ്യപ്പെടുത്തിയ, തന്നെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്ന ആ സ്ത്രീക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്തു കൊടുത്തെങ്കിൽ നീതിയുള്ള ന്യായാധിപനായ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ഇന്ന് പകൽ ആ ദൂതിൻ്റെ മർമ്മം, വചനത്തിൻ്റെ മർമ്മം മനസ്സിലായവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവത്തെ പേടിയില്ലാത്തവൻ, മനുഷ്യനെ ശങ്കയില്ലാത്തവൻ, ഹല്ലേലൂയ, അവൻ്റെ അടുക്കൽ നിരന്തരമായി കടന്നു വന്ന സ്ത്രീ മടുത്തു പോകാതെ നിരന്തരമായി അവനോട് അപേക്ഷിച്ചത് കൊണ്ട് അവസാനം അവൻ ഹല്ലേലൂയ അവൾക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്തു കൊടുത്തെങ്കിൽ
എങ്കിൽ നീതിയുള്ള ന്യായാധിപനായ ദൈവം ഇന്ന് പകൽ നീയും ഞാനും സേവിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കടന്നു ചെല്ലുന്ന സന്നിധി ദൈവ സന്നിധിയായതുകൊണ്ട് നിന്റെയും എന്റെയും പ്രാർത്ഥനയ്ക്ക് മുൻപിൽ കണ്ണടച്ച് കളയുന്നവനല്ല, മാറിപ്പോകുന്നവനല്ല, കാത് കേൾക്കാത്തവനല്ല. ഇന്ന് പകൽ സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി വേഗത്തിൽ ഇന്ന് പകൽ ചില ഹൃദയങ്ങളെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഈ ദൂത് വിളിച്ചു പറയുകയാ, വേഗത്തിൽ നിനക്ക് വേണ്ടി ഒരു പ്രതിക്രിയ എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുകയാ. നാളുകളായി നീ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഈ പ്രാരംഭ സമയത്ത് ദൂത് പറയുക. Hallelujah, 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 hallelujah. ഇവിടെ നാം കാണുന്നു നീതിയുള്ള ന്യായാധിപനായ ദൈവം വേഗത്തിൽ, ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ, വേഗത്തിൽ 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 പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഹല്ലേലൂയ. അതിൻ്റെ ഓരോ പദങ്ങളും വളരെ അർത്ഥവ്യാപ്തിയുള്ള ആഴമേറിയ ഭേദഭാഗമാണ്. എന്നാൽ അതിൻ്റെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒരു പദം മാത്രം അതിൽ നിന്നെടുത്ത് ധ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രതിക്രിയ എന്ന പദം. പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന ദൈവം. എന്താണ് പ്രതിക്രിയ എന്ന പദത്തിൻ്റെ അർത്ഥം? പ്രതിക്രിയ എന്ന് പറഞ്ഞാൽ എന്നെ തകർക്കാനായിട്ട് വരുന്ന ഒരു ക്രിയ, നമുക്കെതിരെ നമ്മെ നശിപ്പിക്കാനായിട്ട് വരുന്ന ഒരു ക്രിയ. ഈ ക്രിയയെ തടഞ്ഞു നിർത്തിയിട്ട് ഇതെവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് മടക്കി അയക്കുന്ന ക്രിയയ്ക്കാണ് പ്രതിക്രിയ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിന്നെ തകർക്കാനായി കടന്നു വരുന്ന ചില ക്രിയകളുണ്ട്. അത് മന്ത്രവാദമാകട്ടെ, ആഭിചാരമാകട്ടെ, മാനുഷികമാകട്ടെ, പൈശാചികമാകട്ടെ, ഏത് മേഖലയായിക്കൊള്ളട്ടെ, ആ മേഖലയെ തിരിച്ചറിഞ്ഞ് അതെവിടെ നിന്ന് വന്നോ അവിടേക്ക് മടക്കി അയക്കുന്ന ക്രിയയ്ക്കാണ് പ്രതിക്രിയ എന്ന് പറയുന്നത്. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ഒരു പ്രതിക്രിയ വെളിപ്പെടുന്ന പകലാ. ഹല്ലേലൂയ. നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പ്രതിക്രിയ ചെയ്യുന്ന ദൈവം. ആരാണ് നമുക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്നത്? സർവശക്തനായ ദൈവം. ദൈവം പ്രതിക്രിയ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര സന്തോഷം വരാനുള്ള കാരണം എന്താ? അതിൻ്റെ കാരണം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. വലിയ ചില മർമ്മങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം മാനുഷിക കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത മേഖലയിൽ ആണ് പിശാചിന്റെ പ്രവൃത്തി. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. ഇത് കാണാൻ കഴിവുള്ളവൻ സർവശക്തനായ ദൈവം മാത്രം. അതുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണം. ഹല്ലേലൂയ. നിങ്ങളോട് ഇനി 2 ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാ. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവം ആത്മാവാകുന്നു. ദൈവം ആരാണ്? ഇച്ചിരി ഉറക്കെ പറയോ. ആത്മാവ്. ദൈവം ആരാണ്? ആത്മാവാണ്. പിശാച് ആരാണ്? അതിനെ പറയാൻ ഒരു മടി. ദൈവം ആത്മാവാണ്. പിശാച് ആരാണ്? പിശാചും ആത്യന്തികമായി ആത്മാവാണ്. അല്ലാതെ ഇങ്ങനെ കൊമ്പും വെച്ച് 2 തേറ്റാപ്പല്ലും വെച്ച് വെള്ള സാരി ഉടുത്ത് സ്ലോ മോഷന് നടക്കുന്ന ഒരാളാണോ പിശാച്? അത് ഏതോ കഥാകൃത്തിന്റെ മനസ്സിൽ വന്ന ഒരു രൂപം പണ്ടെങ്ങാണ്ടൊരു സിനിമയ്ക്കകത്ത് ചെയ്തതാ. അതിനുശേഷം ആളുകളുടെ മുഴുവൻ ചിന്ത വെള്ളസാരി ഉടുക്കുന്ന മുഴുവൻ പിശാചാന്നാ. കാരണം അത് അങ്ങനെ ആക്കി വെച്ചിരിക്കുക. പിശാച് എന്ന് പറയുന്നയാൾ അതല്ല. പിശാച് എന്ന് പറയുന്ന ഒരു സ്പിരിറ്റാണ്. ഡബിൾ സ്പിരിറ്റ് എന്നല്ലേ നമ്മൾ പറയുന്നത്, അല്ലേ? ദുരാത്മാവ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ദൈവം ആരാണ്? ആത്മാവാണ്. പിശാച് ആരാണ്? ദുരാത്മാവാണ്. ഈ ആത്മാവിന് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. ആത്മാവിന് പ്രവർത്തിക്കണമെങ്കിൽ ശരീരം വേണം. ശരീരമില്ലാതെ ആത്മാവ് എന്ത് ചെയ്യത്തില്ല?
പ്രവർത്തിക്കത്തില്ല. ഇനി ഒരു മർമ്മം പറയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളിലും ഈ രണ്ടാത്മാവിൽ ഏതെങ്കിലും ഒരാത്മാവുണ്ട്. ഒന്നെങ്കിൽ ദൈവാത്മാവ്, അല്ലെങ്കിൽ ദുരാത്മാവ്. ഈ രണ്ടിലേതെങ്കിലും ഒരു ആത്മാവില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല. ഇനി ഒരു വ്യക്തിയുടെ മേലുള്ള ആത്മാവ് ഏതാണ് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്? ഒരു വ്യക്തിയിലുള്ള ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ യേശു കർത്താവ് ഇങ്ങനെ പഠിപ്പിച്ചു, ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഫലം കൊണ്ട് തിരിച്ചറിയാം. നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഫലം എന്താണ്? പ്രൈസ് ദി ലോർഡ്. നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഫലം എന്താണ്? അതനുസരിച്ചാണ് നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവേതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഗലാത്യ ലേഖനത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, ആത്മാവിന്റെ ഫലമോ, ഫലങ്ങളല്ല, ഫലം. ഒറ്റ ഫലമേ ഉള്ള ആത്മാവിന്. ആത്മാവിന്റെ ഫലങ്ങളോ എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ആത്മാവിന്റെ ഫലമോ സ്നേഹം. ഒറ്റ ഫലമേ ഉള്ളൂ, സ്നേഹം. ബാക്കിയെല്ലാം അതിൽ നിന്നുളവായി വരുന്ന കാര്യങ്ങളാണ്. സ്നേഹം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ സമാധാനമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ ദീർഘക്ഷമയുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ ദയയുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ പരോപകാരമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ വിശ്വസ്തതയുണ്ട്, സ്നേഹമുണ്ട് സൗമ്യതയുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ ഇന്ദ്രിയജയമുണ്ട്. ഇതെല്ലാം എന്തിൽ നിന്ന് വരുന്നതാ? സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ? പിന്നെ എൻ്റെ ഭർത്താവിനെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, എൻ്റെ ഭാര്യയെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, എൻ്റെ പിള്ളേരെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്, എൻ്റെ പേരൻസിനെ എനിക്ക് വലിയ സ്നേഹമാണ്. ഇതാണോ സ്നേഹം? ഈ സ്നേഹത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യേശു പഠിപ്പിച്ച സ്നേഹം എന്താ? നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. ആരെയാ സ്നേഹിക്കണ്ടേ? അതിര് മാന്തുന്നവനെ ഒന്ന് സ്നേഹിച്ച്, ചീത്ത വിളിക്കുന്നവനെ ഒന്ന് സ്നേഹിച്ച്, വഴക്കുണ്ടാക്കുന്നവനെ ഒന്ന് സ്നേഹിച്ച്, പാര വെക്കുന്നവനെ ഒന്ന് സ്നേഹിച്ച്, കുറ്റം പറയുന്നവനെ ഒന്ന് സ്നേഹിച്ച് നടക്കുവോ? അതൊക്കെ വിടുപാസ്റ്റ, വല്ല വിടുതലിന്റെ കാര്യം വല്ലതും പറ. വിടുതൽ ഉണ്ടാകണമെങ്കിൽ നിന്റെ അകത്ത് ഈ ഫലം ഉണ്ടാകണം, സ്നേഹം ഉണ്ടാകണം, എല്ലാരെയും സ്നേഹിക്കണം. യേശു അങ്ങനെയല്ലേ പത്രോസിനെ പഠിപ്പിച്ച ഒരു സ്നേഹമുണ്ട്. 3.5 വർഷം കൂടെ നടന്നിട്ടും ഇങ്ങേർക്ക് തിരിച്ചറിയാതെ പോയ ഒരു കാര്യം ഏറ്റവും ലാസ്റ്റ് പത്രോസിനെ പഠിപ്പിച്ചിട്ടാ കർത്താവ് പോയത്. യേശുവിന്റെ ക്രൂശിമരണത്തിന് ശേഷം സകല ശിഷ്യന്മാരെയും വിളിച്ചോണ്ട് ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു പത്രോസ് പോയി. ഞങ്ങളും വരുന്നെന്നും പറഞ്ഞുകൊണ്ട് അവരും കൂടെ പോയി. ഇവർ ചെന്ന് രാത്രി മുഴുവൻ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? മീൻ പിടിച്ചോണ്ടിരിക്കുക. പക്ഷെ ഒരൊറ്റ മീൻ പോലും കിട്ടിയില്ല. യേശു അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് അവരോട് എന്താ പറഞ്ഞേ? അയ്യോ, യേശുവിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി വന്നിട്ട് പറയുന്നതിന് നന്ദിയില്ലാത്തവന്മാരെ. 3.5 വർഷം കൂടെ കൊണ്ട് നടന്ന് ചാപ്പാടും തന്ന് ഒരു കുറവും വരുത്താതെ നിങ്ങളെ നോക്കിയിട്ട് അവസാനം ഇതാണല്ലോ നിങ്ങൾ കാണിച്ചത്. ഒരു കാലത്ത് ഉപേക്ഷിച്ച് കളഞ്ഞ പടകും വലയും എടുത്തോണ്ട് വീണ്ടും നിങ്ങൾ പോയില്ലടാ പിന്മാറ്റക്കാരാ എന്നായിരിക്കും ഞാൻ വിളിക്കുന്നത്. പക്ഷെ യേശു വന്നിട്ട് വിളിച്ചെന്നാന്നറിയോ? കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ, കൂട്ടാൻ വല്ലതും ഉണ്ടോ? എനിക്ക് കഴിക്കാൻ തരാൻ നിങ്ങളുടെ വല്ലതും ഉണ്ടോ? ഇവർക്ക് കാര്യം പിടികിട്ടി. പത്രോസ് എടുത്ത് കടലിൽ ചാടി. ആകപ്പാട പ്രശ്നങ്ങൾ. ഈ സമയത്ത് എവിടെ ചാടിയാലും കരയെ വന്നല്ലേ പറ്റൂ. എങ്ങോട്ട് ചാടിയാലും കരയെ കയറി വന്നേ പറ്റുള്ളൂ അല്ലേ? ഇവര് കരയിലോട്ട് കയറി വരുന്ന ആ വരവന്ന് നോക്കിക്കേ. യേശു ഇങ്ങനെ ആ കടൽ തീരത്ത് ഇങ്ങനെ നിൽക്കുക. ഇവരാ കടൽ തീരത്തോട്ട് കയറി വരുന്ന ഓർത്തെ, അയ്യോ ഞാനെങ്ങാനും ആയിരുന്നേ എൻ്റെ കയ്യിലൊരു ചൂരലും കണ്ടേനെ. ഓരോന്നോരോന്ന് കയറി വരുമ്പോൾ ഓരോ പൊട്ടീര് കൊടുത്ത് ഇനി മേലെ ഇവിടെ കണ്ടേക്കരുതെന്നും പറഞ്ഞ് പറഞ്ഞു വിട്ടാനെ. പക്ഷെ കർത്താവ് അവരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, വിശക്കുന്നുണ്ടല്ലേ? രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല, ഭയങ്കര സങ്കടമായിപ്പോയി. കർത്താവ് പറഞ്ഞു, വാ, കയറി വാ, വന്നിട്ട് ആദ്യം ഭക്ഷണം കഴിക്ക്. നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളെ ഭക്ഷണം ആദ്യം കഴിക്ക്. വേറെ ഒന്നും അവരോടൊപ്പം യേശു പറയുന്നില്ല. നിങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്ക്. അവര് ഭക്ഷണം കഴിച്ച് തൃപ്തി പ്രാപിച്ചിരുന്നപ്പോ പത്രോസിന്റെ മുഖത്തേക്ക് നോക്കി. അയ്യോ, പത്രോസിന്റെ ഹൃദയത്തിലൂടെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അന്നേരം ഓടിപ്പോയെ. 3 വട്ടം രാഗി
തള്ളിപ്പറയുക മാത്രമല്ല, പ്രാഗി തള്ളിപ്പറഞ്ഞ് ആണയിട്ട് യേശുവിനെ വിട്ടു പോയതല്ല ഇവന്റെ മനസ്സിലൂടെ ഓടി വന്ന് കാണത്തില്ലേ? പത്രോസിനെ യേശു വിളിച്ചു, പത്രോസേ, എന്തോ എനിക്കൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. പത്രോസ് പറഞ്ഞു, എന്താ കർത്താവേ, ചോദിക്ക്. നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇപ്പോൾ നിങ്ങൾ പിടിച്ച മീൻകൂട്ടമുണ്ട്, നിന്റെ വാക്കിന് നിന്റെ കൂടെ ഇറങ്ങി വന്ന സഹശിഷ്യന്മാരുണ്ട്. ഇവയേക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? രണ്ടാമതും ചോദിച്ചു, മൂന്നാമതും ചോദിച്ചു, ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ ഒരു മർമ്മമുണ്ട്. ഇവൻ എത്ര വട്ടമാ തള്ളിപ്പറഞ്ഞേ? 3 വട്ടം. എത്ര വട്ടമാ ഇപ്പൊ ഏറ്റു പറഞ്ഞേ? 3 വട്ടം. പ്രൈസ് ദി ലോർഡ്. അതിനകത്തൊരു ദൂത് ഞാൻ പറയാം. നിങ്ങൾ കർത്താവിനെ എത്രത്തോളം തള്ളിപ്പറയുന്നോ അത്രത്തോളം നിങ്ങളെ കൊണ്ട് കർത്താവ് ഏറ്റു പറയിച്ചിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ അവൻ നിങ്ങളെ ഏറ്റു പറയിച്ചിരിക്കും. പത്രോസിനോട് ചോദിച്ചു, പത്രോസേ, നീ ഇവയേക്കാൾ അധികം എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെ സ്നേഹം എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന, മൂലഭാഷ കൊടുത്തിരിക്കുന്ന പദം അഗാപ്പെ എന്ന. അഗാപ്പെ എന്ന പദത്തിന്റെ അർത്ഥം എന്നാ? അൺകണ്ടീഷണൽ ലവ് എന്ന. ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം. ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം അമ്മയും കുഞ്ഞും, അല്ലേ? അങ്ങനെയാണെന്ന് എല്ലാവരും പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ സ്നേഹത്തിനും കണ്ടീഷൻ ഇല്ലേ? ഉണ്ടെന്നേ. 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ് കൊച്ച് എല്ലാ വിഷയത്തിനും 0 മാർക്ക് മേടിച്ചോണ്ട് വന്നാൽ അമ്മ പറയുവോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം, അതുകൊണ്ട് 0 ഒന്നും എനിക്കൊരു വിഷയമല്ല, ഇനി വാ മോനെ എന്ന് പറയുവോ? പറയത്തില്ല. അന്നേരം അമ്മ പറയും, നിന്നെ ഇത്രയും ഞാൻ സ്നേഹിച്ചത്, ഞാൻ ഉറക്കളച്ചത്, നിന്റെ കൂടെ ഇരുന്നത്, നിനക്കൊരു കുറവും വരുത്താതിരുന്നത് എന്തിനാണെന്നറിയാമോ? ഇങ്ങനെ ഒരു റിസൾട്ട് കാണാനല്ല, ഒരു നല്ല റിസൾട്ട് കാണാനാ. അപ്പൊ അമ്മ ഉറക്കളയ്ക്കുമ്പോഴും അമ്മയുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു കണ്ടീഷനുണ്ട്, നീ മാർക്ക് മേടിക്കണം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം അമ്മയും കുഞ്ഞുമായിട്ടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞാലും അതിനകത്തും എന്തുണ്ട്? കണ്ടീഷൻസ് ഉണ്ട്. ചിലർ പറയും ഭാര്യ ഭർത്തൃ സ്നേഹമാണ്. ഒരിക്കലുമല്ല, അതിലും കണ്ടീഷൻ ഉണ്ട്. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കാം, നീ എന്നെ റിജക്ട് ചെയ്താൽ ഞാൻ നിന്നെ റിജക്ട് ചെയ്യും. ഈ ലോകത്തിലെ എല്ലാ സ്നേഹങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്നേഹം നമ്മളെ പഠിപ്പിച്ചു തന്നത് നമ്മുടെ നസ്രയനായ യേശു മാത്രമാ. യേശു സാധാരണ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റേ പറയാറുള്ളൂ. പക്ഷേ സ്നേഹത്തെക്കുറിച്ച് ശിഷ്യന്മാരുടെ കർത്താവ് 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഒന്നാമത്, യേശു ഇവരെ വിളിച്ചു കൂട്ടിയ സമയത്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കണം. നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കണം. അന്ന് വരെ അവർക്കറിയാവുന്ന ഒരേ ഒരു സ്നേഹമേ ഉള്ളൂ, തങ്ങൾക്ക് തങ്ങളോട് തന്നെയുള്ള സ്നേഹം, അല്ലേ? അങ്ങനെയുള്ള ആളുകളല്ലേ കൂടുതൽ ആളുകളും. എൻ്റെ വയറ് നിറയണം, എന്നെ ആരും കുറ്റം പറയാൻ പാടില്ല, ഞാൻ എപ്പോഴും ഹാപ്പി ആയിരിക്കണം, ഞാൻ ഞാൻ ഞാൻ. അപ്പൊ അവർക്കും അതുവരെ അറിയാവുന്ന ഒറ്റ സ്നേഹമേ ഉള്ളൂ, എനിക്ക് എന്നോടുള്ള സ്നേഹം. അതുകൊണ്ട് കർത്താവ് അവരെ പഠിപ്പിച്ചു, നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തയ്യാറാകണം. 3.5 വർഷം കൂടെ നടന്നു. 3.5 വർഷമായ സമയത്ത് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, സ്നേഹത്തെക്കുറിച്ച് 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെയാ യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഇതെന്തിനാ ഈ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് കർത്താവ് പറയാൻ കാരണം? 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്നപ്പോ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഞങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ വലുതാണ് യേശുവിന് ഞങ്ങളോടുള്ള സ്നേഹമെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ കർത്താവ് അവരെ പറഞ്ഞു മനസ്സിലാക്കി, നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതിനേക്കാൾ ഉപരി ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ എങ്ങനെയാ നിങ്ങളെ സ്നേഹിച്ചേ? പത്രോസ് എല്ലാ മാസവും കൃത്യമായിട്ട് ദശാംശം തരും, അതുകൊണ്ട് പത്രോസിനെ എനിക്ക് ഇഷ്ടമാണെന്നാണോ? യോഹന്നാൻ എല്ലാം പറഞ്ഞാൽ അനുസരിക്കും, അതുകൊണ്ട് യോഹന്നാനെ എനിക്ക് ഇഷ്ടമാണെന്നാണോ? അല്ലേ, അല്ല. നിങ്ങൾ പലപ്പോഴും എന്നെ വിട്ടുപോയി. എന്നെ ഒറ്റിക്കൊടുക്കുന്നവനും എൻ്റെ കൂടെ ഉണ്ടായിട്ടും ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ അവനെ വേദനിപ്പിച്ചിട്ടില്ല.
അവനെയും ഞാൻ ആഴമായി സ്നേഹിച്ചു. നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോകുമെന്ന് എനിക്ക് മുന്നമേ അറിയാം, എന്നിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. അങ്ങനെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചെങ്കിൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഈ സ്നേഹത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുമോ പ്രിയമുള്ളവരെ? അപ്പോൾ ആത്മാവിന്റെ ഫലം, ദൈവത്തിന്റെ ആത്മാവാണ് ഒരു വ്യക്തിയുടെ മേലുണ്ട് എന്ന് ബോധ്യം വരണമെങ്കിൽ അവനിൽ നിന്ന് ഫലമുണ്ടാകണം. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹം നമ്മളിൽ നിന്ന് പുറപ്പെടുവാനിടയായി തീരണം. മടങ്ങി വരാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെ മേലും ഒന്നെങ്കിൽ ദൈവാത്മാവ് അല്ലെങ്കിൽ ദുരാത്മാവ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരാത്മാവില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അത് ഒരു പ്രവാചകൻ വന്ന് ദൂതൊന്നും പറയണ്ട, നമുക്ക് തന്നെ തിരിച്ചറിയാം. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണ് എന്നുള്ളത് നമുക്ക് തന്നെ തിരിച്ചറിയാവുന്നുള്ളതേ ഉള്ളൂ, അല്ലേ? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. നമുക്കെല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ആ സ്നേഹം എൻ്റെ മേലൊന്ന് നിറയ്ക്കണമെന്ന്. ആ കാൽവരി ക്രൂശിൽ അങ്ങ് കാണിച്ചു തന്ന ആ സ്നേഹം ഉണ്ടല്ലോ, ഞാൻ ശത്രുവായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചത്, എന്നെ വീണ്ടെടുക്കാൻ വേണ്ടി, ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോഴും നീ എനിക്ക് വേണ്ടി കാത്തു നിന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, ഞാൻ നിന്നെ വിട്ട് ഓടിപ്പോയപ്പോഴും മടങ്ങി വരവിന് വേണ്ടി എല്ലാ ദിവസവും പ്രതീക്ഷയോടെ കാത്തിരുന്ന പിതാവിനെ പോലെ എനിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു സ്നേഹമുണ്ടല്ലോ, ഈ സ്നേഹം എന്നിലൊന്ന് നിറയ്ക്കണേ. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. ഫലമാ വേണ്ടേ, അല്ലേ? നമുക്ക് പലപ്പോഴും അറിയാം, നമ്മൾക്ക് നല്ല പാട്ടുകളൊക്കെ ഉണ്ട്, അല്ലേ? ആരാധിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ആ പാട്ട്, അല്ലേ? പാടാനൊക്കെ വലിയ സന്തോഷവുമാണ്. എന്നാ ഒരു സത്യം ഞാൻ പറയട്ടെ, ആരാധിക്കുമ്പം വിടുതൽ കിട്ടുമെന്ന് ബൈബിളിൽ ഒരു മുറിവാക്യം പോലും ഇല്ല. ആരാധിക്കുമ്പോൾ സൗഖ്യം കിട്ടുമെന്ന് ബൈബിളിൽ ഒരു വാക്യവും ഇല്ല. പക്ഷെ ആരാധിച്ചപ്പോൾ വിടുതൽ കിട്ടിയ സംഭവങ്ങളുണ്ട്, ആരാധിച്ചപ്പോൾ സൗഖ്യം കിട്ടിയ സംഭവങ്ങളുണ്ട്. പക്ഷെ ആരാധിച്ച വിടുതൽ കിട്ടുമെന്ന് ബൈബിളിൽ ഒരു വാക്യമില്ല. പക്ഷെ ബൈബിളിൽ ഉള്ള ഒരു വാക്യം ഞാൻ പറയാം, അനുസരിച്ചാൽ വിടുതൽ, അനുസരിച്ചാൽ സൗഖ്യം. അങ്ങനെ പാട്ട് എഴുതാവോ? എഴുതിയാൽ നിങ്ങൾ തന്നെ പാടുകയുള്ളൂ, വേറെ ആരും പാടുകയില്ല. കാരണം അതൊരു രസമില്ല കേൾക്കാൻ, അല്ലേ? പിള്ളേരെ നമ്മൾ ഉപദേശിക്കുന്നവർക്ക് ഇഷ്ടമാണോ? തുടങ്ങി തള്ള രാവിലെ, ഈ തന്തയ്ക്ക് വേറെ പണിയൊന്നുമില്ല, വല്ല പണിക്കും പോയിക്കൂടെ, ഇയാൾ ചുമ്മാ എന്തിനാ എന്നെ ഇരുന്ന് ഉപദേശിക്കും? ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അനുസരിക്കുക എന്ന് പറയുന്നത്, ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അനുസരിച്ചാൽ നിനക്ക് വിടുതലുണ്ട്, അനുസരിച്ചാൽ നിനക്ക് സൗഖ്യമുണ്ട്. ദൈവത്തിന്റെ വചനം പ്രമാണിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു പ്രവാചകന്റെ ദൂത് കേൾക്കണ്ട, ആരും തലേ കൈവെക്കുകയും വേണ്ട. അത് ദൈവവചനത്തിന്റെ ക്ലോസ് ആണ്. ഈ വചനങ്ങളെ നീ പ്രമാണിച്ചാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളും നിന്റെ മേൽ വരും. അത് ദൈവവചനത്തിന്റെ ക്ലോസ് ആണ്. പ്രൈസ് ദി ലോർഡ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, അങ്ങനെ ഒരു പാട്ടും നമുക്കില്ലാതെ പോയി. ഇനി ഉണ്ടോന്ന് അറിയത്തില്ല, ഇനി അറിയപ്പെടാതെ അങ്ങ് പോകത്തേ ഉള്ളൂ അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറയാം പ്രിയമുള്ളവരെ, നിലനിൽക്കുന്ന ഒരു വിടുതൽ, നിലനിൽക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം, ഇതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം അകത്തോട്ട് കയറിയേ പറ്റുള്ളൂ. ഈ വചനപ്രകാരം ജീവിച്ചേ പറ്റൂ, ഇതിൽ അടിസ്ഥാനം ഇട്ടേ പറ്റുള്ളൂ. അതുകൊണ്ട് കർത്താവ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു ഉപമ പറഞ്ഞു ഏതായിരുന്നു? രണ്ടുപേര് വീട് പണിതു. ഒരുത്തൻ എവിടാ വീട് പണിതേ? പാറമേൽ. ഒരുത്തൻ വീട് പണിതു, അവനും അടിസ്ഥാനം ഉണ്ടായിരുന്നു. അടിസ്ഥാനം ഇല്ലാഞ്ഞിട്ടല്ല, അടിസ്ഥാനം ഉണ്ടായിരുന്നു, പക്ഷെ അടിസ്ഥാനം മണലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ടിനും അടിസ്ഥാനമുണ്ടോ? അടിസ്ഥാനമുണ്ട്. ഒന്നിന് പാറ, മറ്റൊന്നിന് മണൽ. പക്ഷെ പ്രശ്നം അവിടെയല്ല. പണി പെട്ടെന്ന് തീർന്ന ആരുടെയാണെന്നറിയോ? മണലിന്മേൽ അടിസ്ഥാനം ഇട്ടവൻ്റെ. പാറമേൽ അടിസ്ഥാനം ഓരോ കല്ലും എടുത്ത് തല്ലി കൊട്ടി അതിനെ മൂലയും ശരിയാക്കി ഷെയ്പ്പാക്കി എടുത്തു വരാൻ എന്ത് സമയം എടുത്തെന്നറിയോ? പക്ഷെ ഇവിടെ ഒരുത്തം പണിയുന്നുണ്ട്, ഭയങ്കര സ്പീഡിലാണ് ഇതിൻ്റെ പണി കഴിഞ്ഞ്. ഇവന്റെ കയറി താമസത്തിന് ഇവന്റെ തറയുടെ പണി പോലും കഴിഞ്ഞിട്ടില്ല. ഇവൻ അന്നേരം ഇവിടെ കിടന്ന് വിഷമിക്കുക, ഓരോ പാറയും പൊക്കിയിട്ട് അടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവൻ പറഞ്ഞടാ, കണ്ടോടാ മണ്ട, എത്ര പെട്ടെന്നാണ് ഞാൻ വീട് പണിത് കഴിഞ്ഞത്. എൻ്റെ പെരവാസ്തോലിയും കഴിഞ്ഞു, ഹൗസ് വാമിങ്ങും കഴിഞ്ഞു, പക്ഷെ നിന്റെ തറയുടെ പണി പോലും കഴിഞ്ഞില്ല. പക്ഷെ സംഭവിച്ച ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവന്റെ പണി കഴിഞ്ഞു.
കാലാവസ്ഥ മാറി വരും. എന്നും ഒരേ കാലാവസ്ഥയിൽ ജീവിക്കാന്ന് വിചാരിക്കണ്ട. എല്ലാ സമയത്തും ഒരേ സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ ജീവിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. നിരപ്പുള്ള റോഡിക്കൂടെ വണ്ടി ഓടിക്കാം എല്ലാ കാലത്തും എന്നാരും വിചാരിക്കണ്ട. ഇതിനൊരു കയറ്റം വരും, ഇതിനൊരു ഇറക്കം വരും, ഇതിന് കട്ടറുകൾ വരും, ഇതിൽ പ്രശ്നങ്ങൾ വരും. ആ സമയത്ത് നിനക്ക് നിലനിൽക്കണമെങ്കിൽ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ നീ ആകണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വചനത്താൽ അകത്തെ മനുഷ്യനെ നമ്മൾ ബലപ്പെടുത്തണം. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ രണ്ട് മനുഷ്യരാ ഒരു വ്യക്തി, രണ്ട് മനുഷ്യർ. പൗലോസ് പറയുന്നത് ഇങ്ങനെയാ: അകമേയുള്ള മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യൻ. ഈ രണ്ട് മനുഷ്യരെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. ഇവര് തമ്മിലുള്ള വടംവലിയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടം എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മുടെ ഈ രണ്ട് മനുഷ്യനെ ഒന്ന് നോക്കിക്കേ, പുറമേയുള്ള മനുഷ്യനെ ഒന്ന് നോക്കിക്കേ. ഒരു 90, 95, 70, 60 കിലോയിൽ ഇങ്ങനെ നിൽക്കുക പുറമേയുള്ള മനുഷ്യൻ. അകമേയുള്ള മനുഷ്യന്റെ ഫോട്ടോ എന്നെടുത്ത് നോക്കിക്കേ. പുറമേയുള്ള മനുഷ്യന്റെ ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുക്കാറുണ്ടല്ലോ, സെൽഫിയൊക്കെ ആയപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്, പിന്നെ കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി ഒന്ന് നോക്കാറുണ്ട്. അകമേയുള്ള മനുഷ്യന്റെ ഫോട്ടോ എടുക്കാറുണ്ടോ? അവനെ ഒന്ന് നോക്കാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ രണ്ടു മനുഷ്യർക്കും ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണമെന്നേ. പുറമേയുള്ള മനുഷ്യൻ ജീവിക്കണമെങ്കിൽ അവനും ഭക്ഷണം വേണം. പുറമേയുള്ള മനുഷ്യന്റെ ഭക്ഷണം എന്താ? ബിരിയാണിയും പൊറോട്ടയും, അല്ലേ? അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്, ചോറും മീൻ കറിയും. ഇതൊക്കെ കൊടുത്ത പുറമേയുള്ള മനുഷ്യന് വലിയ സന്തോഷമാണ്. പക്ഷെ അകമയുള്ള മനുഷ്യൻ ബിരിയാണിയും പൊറോട്ടയൊന്നും കഴിക്കുകയില്ല. അവനാകെ കഴിക്കുന്ന ഒരേ ഒരു ഭക്ഷണമേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം എന്ന ഭക്ഷണം. അതുകൊണ്ട് എബ്രായർ 4:12 പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാകുന്നു ദൈവത്തിന്റെ വചനം. ഈ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഇനിയും നമുക്കൊന്ന് ഫോട്ടോ എടുത്ത് നോക്കാം. പുറമേയുള്ള മനുഷ്യൻ 90-95 കിലോയിൽ നിൽക്കുമ്പം അകമേയുള്ള മനുഷ്യൻ, പണ്ട് സ്കൂളിൽ പഠിച്ചപ്പം കണ്ടിട്ടില്ലേ ഒരു ഫോട്ടോ? സൊമാലിയയിലെ പട്ടണിക്കോലോ എന്നും പറഞ്ഞുകൊണ്ട് ഇസഡ് പോലെ നിൽക്കുന്ന ഒരു പയ്യൻ, കാറ്റടിച്ചാ വീഴുന്ന ഒരു രൂപം, ഒരു അസ്ഥികൂടത്തിന്റെ രൂപം. ഈ പരുവമാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. ഇവനെപ്പോഴും വീഴ്ച. ചെറിയൊരു കാറ്റടിച്ച ഇവൻ വീഴും, ചെറിയൊരു പ്രശ്നം വന്നാൽ ഇവൻ പറയും, ഓ ഞാൻ ഇനിയും പള്ളിയിലോട്ടൊന്നും ഞാൻ നിർത്തി, ഇനിയില്ല ഈ പരിപാടിക്ക്. പരിപാടിയുടെ കുഴപ്പമല്ല, ചർച്ചിന്റെ കുഴപ്പമല്ല, ആരാധനയുടെ കുഴപ്പമല്ല, പാസ്റ്ററിന്റെ കുഴപ്പമല്ല, കൂടെ ഇരുന്ന് ആരാധിക്കുന്നവരുടെ കുഴപ്പമല്ല, അത് നിന്റെ കുഴപ്പമാ. നിന്റെ അകത്തെ മനുഷ്യന് ബലമില്ലാത്തതിന്റെ കുഴപ്പമാ. അകത്തെ മനുഷ്യനിലേക്കൊന്ന് ബലം കൊടുത്തേ, ദൈവത്തിന്റെ വചനത്താൽ അവനെ ഒന്ന് പരിപോഷിപ്പിച്ചേ, അവനൊന്ന് സ്ട്രോങ് ആക്കി അവനെ ഒന്ന് നിർത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. പുറമേയുള്ള മനുഷ്യൻ 90 കിലോ ആണെങ്കിൽ അകമേയുള്ള മനുഷ്യൻ 100 ആക്കിക്കേ അവനെ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇവര് തമ്മിലാവിന് യുദ്ധം, അല്ലേ? വചനം പറയുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമല്ലോ. ഇവർ തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. പുറമേയുള്ള മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് അകമേയുള്ള മനുഷ്യന് വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ, എൻ്റെ പാസ്റ്റർ ഇന്നലെ ഞങ്ങൾ KFC കഴിച്ചേ, എന്തൊരു ആത്മീയവർദ്ധനമായിരുന്നു അറിയോ? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം ആത്മീയവർദ്ധനം ഉണ്ടാകത്തില്ല. സ്തോത്രം. ഇതുപോലെ തന്നെയാണ് അകമേയുള്ളവൻ കഴിക്കുമ്പം പുറമേയുള്ളവന് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ശ്രദ്ധിച്ചാൽ മതി. പാട്ട് പാടുമ്പോൾ ഈ കുഴപ്പമില്ല, ആരാധിക്കുമ്പോൾ ഈ കുഴപ്പമില്ല, വേറെ ഏത് ശുശ്രൂഷയിൽ ഈ കുഴപ്പമില്ല. വചനം കേൾക്കാൻ തുടങ്ങട്ടെ, താഴ്ത്തി അങ്ങ് സമർപ്പിക്കും. പിന്നെ കാരണം ഈ പുറമേയുള്ള മനുഷ്യന് വലിയ താല്പര്യമില്ല ഇത്. കാരണം ഇവനെ സന്തോഷിപ്പിക്കുന്ന കാര്യമല്ലത്. ഇത് അകമേയുള്ളവന് പൊക്കൊണ്ടിരിക്കുന്ന ഭക്ഷണമാണ്. ഇത് ഇവനൊട്ട് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും? ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അടുത്തുള്ളവനെ തോണ്ടും. അവിടെ എങ്ങനെ 2-2.5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ 15-20 അമ്മമാരേലും നിറയെ ഉണ്ടാവും.
അടുത്തിരിക്കുന്നവർക്ക് മുഴുവൻ കൊഞ്ചിക്കണം അന്നേരം കൊച്ചിനെ. അന്നേരം പിന്നെ പേര് ചോദിക്കുന്നു, വീട് എവിടാന്ന് ചോദിക്കുന്നു, പിന്നെ മുഴുവൻ അങ്ങ് അതിൻ്റെ കൊഞ്ചൽ കാണാണ്ടിരിക്കുക. അത്രയും നേരം ആ കുഞ്ഞ് അവിടെ കിടന്ന് വാവിട്ട് കരഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാത്ത തള്ളയാ. ഇപ്പൊ അടുത്തിരുന്ന് അതിനെ തോണ്ടിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? ഈ പുള്ളിക്ക് വലിയ താല്പര്യമില്ല. പുറമെയുള്ള മനുഷ്യന് ഇതിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ അകമയുള്ളവൻ എന്ത് ചെയ്യാന്നറിയോ? ഇത് കഴിച്ച് 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 ബലപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പം ഏതെങ്കിലും രീതിയിലൊരു ഇറിറ്റേഷൻ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ അതിനെ ശാസിച്ചകറ്റിയിട്ട് ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് കയറ്റാൻ നിങ്ങൾ ശ്രമിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ എങ്ങനെയാ നിങ്ങൾ സ്വീകരിക്കേണ്ടേ? 1-ാം സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാം എല്ലാം കാണാതെ അറിയാവുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതെല്ലാം കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്നുള്ളതേ ഉള്ളൂ നമ്മൾ. പക്ഷെ അതിന്റെ അർത്ഥമൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല, അല്ലേ? 1-ാം സങ്കീർത്തനം അറിയാവുന്ന എത്ര പേരുണ്ട്? കാണാതെ അറിയാവുന്നവർ ഈ കൈപൊക്കിയവരെല്ലാവരും ശ്രദ്ധിച്ചോണേ. 2-ാം വാക്യം ഒന്ന് പറഞ്ഞു. അങ്ങനെ ചോദിക്കരുത്, 1 മുതൽ ചോദിച്ചാൽ ഞങ്ങൾ പറയാം. ആദ്യം മുതൽ അങ്ങ് പറയുവാണോ? ഭാവികളുടെ വഴിയോ? അതാണ് 2-ാം വാക്യം. ആദ്യം കഴിഞ്ഞങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അവിടെ എഴുതിയിരിക്കുന്ന വചനം എങ്ങനെയാ? അവന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് എന്നൊരു പദമുണ്ട്. അത് നിങ്ങൾ പറഞ്ഞു പോലും ഇല്ലേ, കാണാതെ അറിയാവുന്ന പുള്ളികൾ. സന്തോഷിച്ച്. അപ്പൊ ദൈവവചനത്തെ എങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്? അയ്യോ, ഇതെടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ടെൻഷൻ. വീടുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലരെയും. ഇന്ന് ഞാൻ 10 അധ്യായം വായിച്ചിട്ടുള്ള കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു തീരുമാനമൊക്കെ എടുത്ത്, ആ തീരുമാനം എടുക്കുന്നതിന് ഭയങ്കര ഗൗരവത്തിൽ തീരുമാനമൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും 3 വയസ്സുള്ള കൊച്ചിറക്കൻ അതിലേ ഓടി വന്ന് എന്നും പറഞ്ഞു വരും. ഉടനെ നമ്മൾ വന്നിരിക്കുന്നു കുട്ടിപ്പിശാച്, പിശാച്. പിന്നെ കൊച്ചിനോട് 2 വഴക്ക്, അമ്മയെ വിളിച്ച് 2 ചീത്ത, ഇതിനെതിരേലും പിടിച്ചോണ്ട് പോകും. ആകെപ്പാടെ മുഴുവൻ പ്രശ്നമായി. അവസാനം ഈ പുള്ളി സാധനം മടക്കി മാറ്റി വെച്ചിട്ട് ഞാൻ വായിക്കുന്നില്ല, ഇപ്പൊ കുഴപ്പമില്ല. ആകെപ്പാടെ ടെൻഷനാ നമുക്ക്. ഈ ബൈബിള് കയ്യിലോട്ട് എടുക്കുമ്പോഴേ അങ്ങ് നമ്മുടെ മുഖമൊക്കെ അങ്ങ് മാറും. ദഹിപ്പിക്കുന്ന അഗ്നി എന്നൊക്കെ പറഞ്ഞാ തുടങ്ങുന്നത്. അവിടെയായി പ്രശ്നം. ഈ ബൈബിൾ സന്തോഷത്തോടെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. ഇതിനകത്ത് ഒത്തിരി തമാശകളുണ്ട്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഇന്ന് വരെ യേശു പറഞ്ഞ തമാശകളുണ്ട്. രസകരമായ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. പക്ഷെ അതെല്ലാം നമുക്ക് സീരിയസാ. ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം രസകരമായി കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. നമ്മളതല്ലോ ഒട്ടകം, സൂചിക്കുഴ, അയ്യോ എന്നും പറഞ്ഞാ നമ്മളിത് വായിക്കുന്നത്. ഒരുത്തനൊരു പട്ടണം പണിയാൻ ആഗ്രഹിച്ചാൽ അത് തീർപ്പാൻ കഴിവുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ കർത്താവ് ഒരുത്തനിട്ട് പണി കൊടുത്ത് പറഞ്ഞ വാക്കാ. ആ കാലഘട്ടത്തിലെ ഭരണാധികാരി വലിയൊരു ഗോപുരം പണിയാൻ തുടങ്ങി. പകുതിയായപ്പം കാശ് തീർന്നു പോയി. ഇപ്പൊ അത് കാട് കയറി കിടക്കുക അവിടെ. കർത്താവ് അതിനെ നോക്കിയിട്ട് പറഞ്ഞതാ, നീ ഒരു ഗോപുരം പണിയാൻ ആഗ്രഹിച്ചാൽ അത് തീർക്കാൻ വകയുണ്ടെന്ന് നോക്കാതെ നീ തുടങ്ങരുത്. നമ്മളിതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട്, പ്രിയമുള്ളവരെ. പിന്നെന്തോ കടുകുമണി. അയ്യോ, ഇതൊക്കെ നമ്മുടെ വ്യാഖ്യാനം ഭീകരമാ. കടുകുമണി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അതറിയണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കടുകുമണി എടുത്ത് പൊട്ടിച്ചു നോക്കണം. പൊട്ടിച്ചു നോക്കുമ്പോൾ അകത്തൊന്നും ഇല്ലെങ്കിൽ അവന്റെ വിശ്വാസം അതോടെ പോയി. അങ്ങനെയൊക്കെയാ നമ്മൾ പഠിപ്പിക്കുന്നത്. കർത്താവ് കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? കടുകുമണിയോളം വിശ്വാസം തന്നെയാണ്. നമ്മൾ ഉടനെ അതിനെ നിറഞ്ഞ വിശ്വാസം, മൊത്തം നിറഞ്ഞിരിക്കും. എന്നാ പിന്നെ കർത്താവിന് അത് പറഞ്ഞാൽ പോരുന്നോ? നിറഞ്ഞ വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് മാറി കടലിൽ പോകാന്ന് പറയാൻ സംഭവിക്കുന്നു. പിന്നെ എന്തിനാ കർത്താവ് പറഞ്ഞ കടുകുമണികൾ? നിനക്ക് അത്രേ ഉണ്ടാകത്തുള്ളെന്ന് കർത്താവിന് അറിയാം. വലിയ നിറഞ്ഞ വിശ്വാസമൊന്നും നിനക്കുണ്ടാവത്തില്ലെന്ന് ആർക്കറിയാം? കർത്താവിനറിയാം. നിന്റെ പരിമിതിയിൽ നിന്നിട്ട് നീ വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. ഇത്രേ കർത്താവ് പറഞ്ഞുള്ളൂ. അതറിയണ വേറൊരു എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. യേശു കഴുതപ്പുറത്ത് കയറിയോ? കയറി. അതിന്റെ അർത്ഥം എന്നാ? കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, യേശു കഴുതപ്പുറത്ത് കയറി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? യേശു കയറിയ കഴുതയ്ക്ക് 4 കാലുകൾ ഉണ്ടായിരുന്നു. ആ 4 കാലുകൾ 4 സുവിശേഷങ്ങളായിരുന്നു.
ഓഹോ, അതിന് 2 കണ്ണുകൾ ഉണ്ടായിരുന്നു. ആ 2 കണ്ണുകൾ 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ ലേഖനങ്ങളായിരുന്നു. ഓഹോ, അതിനൊരു വാലുണ്ടായിരുന്നു. ആ വാൽ അപ്പോസ്തല പ്രവൃത്തിയായിരുന്നു. ഇത് വല്ലതാണോ അതിന്റെ അർത്ഥം? അതല്ല അതിന്റെ അർത്ഥം. യേശു കഴുതപ്പുറത്ത് കയറി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? അത്രേ ഉള്ളൂ. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയായിരുന്നു, അർത്ഥം എന്നാ? ഉറങ്ങിയായിരുന്നു. യേശു നടന്നുപോയി, അർത്ഥം എന്താ? യേശു നടന്നുപോയി, അത്രേ ഉള്ളൂ. നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയോ? നമ്മൾ ഈ കർത്താവ് തന്നെ നമ്മളോട് ഈ ഉപമകളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ, എന്നെ പോലുള്ള മണ്ടന്മാർക്കൊന്നും വലിയ കാര്യം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുകൊണ്ട് കർത്താവ് വലിയ വിഷയത്തെ എടുത്ത് ചെറുതാക്കി 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 വളരെ സിമ്പിളാക്കി തന്നതാണ് ഉപമകളായിട്ട്. നമ്മൾ അതിനേക്കാളും മിടുക്കന്മാരാ. നമ്മൾ ആ കർത്താവ് ഏറ്റവും ചെറുതാക്കിയതിനെ നമ്മൾ ഇങ്ങെടുക്കും, എന്നിട്ട് ഇതിനെ അങ്ങ് വലുതാക്കും. വലുതാക്കി 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 സ്റ്റേജെ കൊണ്ട് കുടഞ്ഞിടും. പറഞ്ഞവനും മനസ്സിലായില്ല, കേട്ടവനും മനസ്സിലായില്ല. അവസാനം ഇതെല്ലാം കേട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറയും, എന്നതായിരുന്നല്ലേ, ഭയങ്കരമായിരുന്നു. നിനക്കും എല്ലാം മനസ്സിലായി, നിനക്കോ? പക്ഷെ ഭയങ്കരമായിരുന്നു. എന്നാ ഭയങ്കരമായിരുന്നെന്നാ? ഒറ്റ കൂടിയപ്പം കൈയടിച്ചെന്നോ, അതോ ചാടിയെന്നോ, ബഹളം വെച്ചെന്നോ? അകത്തോട്ട് നിനക്ക് എന്തു പോയി? നിന്റെ അകത്തെന്താ സംഭവിച്ചേ? അകത്തെ മനുഷ്യന് വല്ലതും കിട്ടിയോ? ആ മനുഷ്യനൊരു ബലം തോന്നുന്നുണ്ടോ? അതല്ലേ കർത്താവ് പറഞ്ഞ 40 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ കർത്താവ് പറയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. 40-ാം ദിവസവും പയർ പോലെ നടക്കണമെങ്കിൽ അകത്തെ മനുഷ്യനൊരു ബലം ഉണ്ടാകണം. ആ മനുഷ്യന് കൊടുക്കേണ്ട ഭക്ഷണം ദൈവത്തിന്റെ വചനമാണ്. ഈ ദൈവത്തിന്റെ വചനമല്ലാതെ മറ്റൊന്നും അകത്തെ മനുഷ്യന് കൊടുത്താൽ അവൻ ബലപ്പെടുകയില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ പ്രിയമുള്ളവരെ, മാക്സിമം ഈ ദൈവത്തിന്റെ വചനം കേൾക്കാൻ കഴിയുന്ന സമയങ്ങളിൽ നിങ്ങൾ കേൾക്കണം. TV ഒക്കെ ഓൺ ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ക്രിസ്ത്യൻ ചാനലുകളുണ്ട്, നിങ്ങൾ അതിനകത്തെ പ്രസംഗങ്ങൾ കേൾക്ക്. ഇനി അതില്ല, യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബ് തുറന്നാൽ ഇഷ്ടംപോലെ മെസ്സേജുകളുണ്ട്, നിങ്ങളത് കേൾക്ക്. ഓഡിയോ ബൈബിളുകളുണ്ട്, നിങ്ങളത് കേൾക്ക്. എത്രയോ സാധ്യതകൾ ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്. ദൈവവചനം എത്രത്തോളം ഹൃദയസ്ഥമാക്കാമോ അത്രത്തോളം നമ്മുടെ ഹൃദയത്തിന് ആഴങ്ങളിലേക്ക് കൊണ്ടുപോവാ. പിശാചിന് ഭയമുള്ള ഒരേ ഒരു മേഖല ദൈവത്തിന്റെ വചനമാണ്. യേശുവിന്റെ അടുക്കൽ പിശാച് വന്നപ്പോൾ യേശു ജയിച്ചത് എങ്ങനെയാ? വചനത്താലാ ജയിച്ചത്, വചനം പറഞ്ഞാ ജയിച്ചത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കൊരു രോഗമാണോ, നിങ്ങൾ അങ്ങോട്ട് തലയിലോട്ട് കൈവെക്കണം. നിങ്ങൾ തന്നെ നിങ്ങളുടെ തലയെ കൈവെക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ രോഗത്തെ ശാസിക്കുന്നു, എന്റെ കർത്താവിന്റെ അടിപ്പിണരിൽ സൗഖ്യമുണ്ടെന്ന് വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ആ രോഗത്തെ ഞാൻ ജയിക്കുന്നു എന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. വചനത്താൽ നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു നോക്കിയേ, ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറായിരിക്കും, ഭയങ്കര പവറായിരിക്കും. ഒരു സംശയവും വേണ്ട, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം പിശാചിന് ഏറ്റവും ഭയമുള്ള മേഖലയാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വേഗത്തിൽ നമുക്ക് മടങ്ങി വരാം. കർത്താവ് നമുക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്ന ദൈവമാണ്. കർത്താവ് പ്രതിക്രിയ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഇത്ര സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മാനുഷിക കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത മേഖലയിലാണ് പിശാച് പദ്ധതികൾ ഒരുക്കുന്നത്. ഈ മേഖലകളെ കാണാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, ആത്മാവാകുന്ന ദൈവത്തിന്. ദുരാത്മാവായവന്റെ പ്രവൃത്തികളെ കാണാൻ ആത്മാവായ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് ദൈവം നമുക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്ര സന്തോഷം. ഇനി അതിന് തെളിവുണ്ടോ? നമ്മൾ കാണാത്തൊക്കെ കർത്താവ് കാണുമെന്ന് ഒത്തിരി തെളിവുണ്ട്. സമയത്തിന് പരിമിതി കൊണ്ട് ഒരു വാക്യം മാത്രം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസ് 10:17. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണേ, 10-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ യേശു ആദ്യം 12 പേരെ തിരഞ്ഞെടുത്തു. അതിനുശേഷം 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഈ 70 ശിഷ്യന്മാര് പോയിട്ട് മടങ്ങി വരുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഇവരെന്തിനാ പോയത്? 10-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ നമുക്കതറിയാം. താൻ ചെല്ലേണ്ടുന്ന പട്ടണങ്ങളിൽ തനിക്ക് മുമ്പായി ഈരണ്ടീരണ്ടായി അവരെ അയച്ചു. ഇവർ പോയിട്ട് മടങ്ങി വരുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മളിവിടെ വായിച്ചത്. ആ 70 പേർ
സന്തോഷത്തോടെ മടങ്ങി വന്നു. എങ്ങനെയാ വന്നേ? സന്തോഷത്തോടെ മടങ്ങി വന്നു. ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. കർത്താവ് അയച്ചിട്ട് നീ ഒരു ദേശത്ത് പോയാൽ, കർത്താവ് പറഞ്ഞിട്ട് നീ ഒരു ബിസിനസ് തുടങ്ങിയാൽ, കർത്താവ് പറഞ്ഞിട്ട് നീ ഒരു ജോലിയിൽ പ്രവേശിച്ചാൽ, നീ വേദനയോടെ മടങ്ങത്തില്ല, നീ സന്തോഷത്തോടെ മടങ്ങത്തുള്ളൂ. ദൈവത്തിന്റെ അരുളപ്പാട് ചോദിച്ച് നീ ഒരു സ്റ്റെപ്പ് വെച്ചാൽ നീ വേദനയോടെ മടങ്ങി വരത്തില്ല, നീ സന്തോഷത്തോടെ മടങ്ങി വരത്തുള്ളൂ. ഇവിടെ 70 പേരെ കർത്താവ് അയച്ചു. ആ 70 പേര് മടങ്ങി വരുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മൾ വായിച്ചത്. അവർ സന്തോഷത്തോടെ മടങ്ങി വന്നു. എന്താ ഇവരുടെ സന്തോഷത്തിന്റെ കാരണം എന്നറിയാമോ? കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ച ഇവരുടെ സന്തോഷത്തിന്റെ കാരണം എന്താ? ഭൂതങ്ങൾ ഇവർക്ക് കീഴടങ്ങി. ഇവരൊരു ദേശത്ത് എന്ന് യേശു എന്ന് പറഞ്ഞപ്പോൾ, വേറൊന്നും ചെയ്തില്ല, യേശു എന്ന് പറഞ്ഞപ്പോൾ, അതവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. ഇവരുടെ സന്തോഷത്തിന്റെ കാരണം അതായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ യേശു തിരിച്ചെന്താ അവരോട് പറഞ്ഞതെന്നറിയാമോ? അവൻ അവരോട്, വളരെ ശ്രദ്ധിച്ചു കേൾക്കണേ, അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ആര് കണ്ടു? ആര് കണ്ടു? ആര് കണ്ടു? ആര് കണ്ടു? അതെന്നെ ഈ മിടുക്കന്മാര് കാണാതെ പോയെ? അവർക്ക് ഭയങ്കര അഭിഷേകമുള്ളവരല്ലേ, ഭയങ്കര അധികാരമുള്ളവരല്ലേ? യേശു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭൂതങ്ങൾ പുറത്തായില്ലേ? അത്രയ്ക്ക് അധികാരമുള്ള ഈ മിടുക്കന്മാര് കാണാത്ത ഒരു കാര്യം യേശു കണ്ടു. എന്താ യേശു കണ്ടേ? സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് യേശു കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു എന്താ അവരോട് പറഞ്ഞേ? നിങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് നിങ്ങൾ യേശു എന്ന് പറഞ്ഞപ്പം ഭൂതം ബാധിച്ചവർ നിലത്ത് കിടന്ന് ഉരുളുന്നതും ബഹളം വെക്കുന്നതും ദുരാത്മാവ് വിട്ടുപോകുന്നതും നിങ്ങൾ കണ്ടത്. എന്നാൽ ഇവിടെ ഇരുന്നുകൊണ്ട് ലൈവായിട്ട് ഞാനൊരു കാഴ്ച കാണുകയായിരുന്നു. സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്ന കാഴ്ച. അപ്പോൾ ഈ മിടുക്കന്മാരായ ശിഷ്യന്മാർക്ക് കാണാൻ കഴിയാത്ത ഒരു മേഖല യേശു കണ്ടു. സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്തായിരുന്നു? അഭിഷേകമുള്ളവൻ അഭിഷേകത്തോടെ ഒരു ദേശത്ത് കാലെടുത്ത് ചവിട്ടിയപ്പോൾ അവന്റെ തലയ്ക്കു മുകളിൽ വാണിരുന്ന അന്ധകാര ശക്തി അവന്റെ കാൽ ചുവട്ടിൽ വന്നു വീണു. വചനം പറയുന്ന പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിനക്ക് തരുന്നു. അഭിഷേകമുള്ള ഒരുത്തൻ അഭിഷേകത്തോടെ ഒരു വീടിനകത്ത് കയറിയാൽ, ഒരു ദേശത്ത് കയറിയാൽ, ഒരു സ്ഥാപനത്തിൽ കയറിയാൽ അതിൻ്റെ മേൽ വാഴുന്ന അന്ധകാര ശക്തി അവന്റെ കാൽ ചുവട്ടിൽ വന്നു വീഴും. ഇതൊരുപക്ഷെ കേറിയവനും പ്രാർത്ഥിച്ചവനും കാണാൻ കഴിയത്തില്ലായിരിക്കാം. പക്ഷേ അദൃശ്യ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു അത്ഭുത വിടുതൽ യേശു കർത്താവ് ഇവിടെ വിളിച്ചു പറയുകയാ. സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ഇന്ന് പകൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികളുടെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നത് ആത്മാവിൽ ഞാൻ അറിയുന്നുണ്ട്. ഏതൊക്കെ മേഖലകളിലാണോ നിന്നെ തകർക്കുമെന്ന് വാദിച്ച്, നിന്റെ കുടുംബ ജീവിതത്തെ നശിപ്പിക്കുമെന്ന് വാദിച്ച്, നിന്റെ ബിസിനസ് മേഖലകളെ തകർക്കുമെന്ന് പറഞ്ഞ് ശത്രുവായവൻ വാദിച്ചു നിൽക്കുന്നത്, ആ മേഖലയിൽ അദൃശ്യനായ ദൈവത്തിന്റെ കരം ഈ സെക്കൻഡിൽ അത് ചലിച്ചിറങ്ങുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ വിശ്വാസത്തോടെ ആ വചനത്തെ ഏറ്റെടുത്തു. നിന്റെ ശുശ്രൂഷ ജീവിതത്തെ തടയുന്ന, നിന്റെ ശ്രദ്ധയെ മാറ്റിക്കളയുന്ന, നിന്റെ അഭിഷേകത്തെ ഇല്ലായ്മ ചെയ്ത് കളയുന്ന, ഓ സ്തോത്രം, ആ ദൈവിക സ്വഭാവത്തെ മാറ്റിക്കളയുന്ന ആ പൈശാചിക മേഖലകൾ ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ അത് തകർന്നു മാറുകയാണ്. ചുടമാന ഹസ്തന ജഗൽ കമന ഘടക ശന്തൽ ദരാദിയ. ഹല്ലേലൂയ. ഏതൊക്കെ മേഖലകളിലാണോ ഒരു വിടുതൽ നിനക്ക് ആവശ്യം, ആ മേഖലയെ നോക്കി ഇന്ന് പകൽ നീ പറയണം, കർത്താവേ, ഈ വിഷയത്തിൽ എനിക്കൊരു പ്രതിക്രിയ വേണം, എനിക്ക് വേണ്ടി ഒരു പ്രതിക്രിയ വേണം. പ്രിയരെ, നമ്മുടെ മാനുഷിക കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത മേഖലകളിൽ
നിങ്ങൾ ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ചില വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാരണമുണ്ട്. ഞാൻ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് പാറശാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ പോയി. അവിടെ ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞു. കോട്ടയം കുറിച്ചി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സഹോദരൻ സാക്ഷ്യം പറയാൻ വേണ്ടി അദ്ദേഹം സ്റ്റേജിൽ കയറി സാക്ഷ്യം പറയുക. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന മന്ത്രവാദിയായിരുന്നു. അറിയപ്പെടുന്ന ഒരു മന്ത്രവാദി. ചുട്ട കോഴിയെ പറപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അത്ര ശക്തമായിട്ട് മന്ത്രവാദം ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരിക്കലൊരു സ്ത്രീ വന്നു. സ്ത്രീ വന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, വനജ എന്ന് പറയുന്ന ഒരു സ്ത്രീക്കെതിരെ ആഭിചാരം ചെയ്യണം, കൂടോത്രം ചെയ്യണം. അപ്പൊ ഇദ്ദേഹം സേവിക്കുന്ന ദൈവത്തോട് ഇയാൾ പോയി ചോദിച്ചു, എല്ലാ അനുവാദം ചോദിച്ചിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അനുവാദം ചോദിച്ചപ്പം ആ ശക്തി പറഞ്ഞു, ഒരിക്കലും വനജയ്ക്കെതിരെ ചെയ്യരുതെന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ ചോദിച്ചു, അയന്നാ? അപ്പോൾ ആ ശക്തി പറഞ്ഞു, അവൾ യേശുവിൻ്റെ ആളാണ്, അതുകൊണ്ട് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ ഈ മനുഷ്യൻ ഇത് വന്ന് ഈ സഹോദരിയോട് പറയാനൊരു മടി. അയാൾ വന്നിട്ട് പറഞ്ഞു, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് ചെയ്യണമെങ്കിൽ. അവർ ചോദിച്ചു, എന്താ ബുദ്ധിമുട്ടെന്താ? ഉടനെ പുള്ളി പറഞ്ഞു, അത് നിങ്ങൾക്ക് ഒരിക്കലും കൊണ്ടുവരാൻ കഴിയാത്ത കുറച്ച് സാധനങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഇവള് ചോദിച്ചു, എന്തൊക്കെയാ? അപ്പോൾ പറഞ്ഞു, അവളുടെ ഉച്ചിയിലെ ഒരു മുടി വേണം, ഒരിക്കലും ഇവള് കൊണ്ടുവരാൻ സാധ്യതയില്ലാത്ത കുറേ സാധനങ്ങളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഓർത്തു ഇവളിനി തിരിച്ചു വരത്തില്ല എന്നോർത്തു. പിറ്റേ ആഴ്ച അതേ ദിവസം ഇത്രയും സാധനം ഒപ്പിച്ചുകൊണ്ട് ഈ പുള്ളി വന്നിരിക്കുക. പിന്നെ ഇപ്പം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, ചെയ്തേ പറ്റുള്ളൂ. ഇയാൾ രണ്ടും കൽപ്പിച്ച് ഈ ആഭിചാരം ചെയ്യാൻ ആരംഭിച്ചു. ആഭിചാരം ചെയ്ത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മമാണ്. 25,000 രൂപയും ചിലവുണ്ട്. 25,000 രൂപയും മേടിച്ചു വെച്ച് ആഭിചാരം ചെയ്ത് അതിൻ്റെ അവസാന ടൈമിലേക്ക് വരുമ്പോൾ ഈ പേരിനോട് ചേർത്തൊരു മന്ത്രോച്ചാരണമുണ്ട്. വനജ എന്നൊരു പേരൂടെ ചേർത്ത് വേണം ആ മന്ത്രം പൂർത്തീകരിക്കാൻ. ഈ മന്ത്രം ഇങ്ങനെ ഉച്ചരിച്ചു വന്നു, വനജ എന്ന് ഇയാൾ പറയാൻ തുടങ്ങുകയും ഭയങ്കര ഒരു വെളിച്ചം ഇയാളുടെ റൂമിനകത്തേക്ക് ഇറങ്ങി. വലിയൊരു വെളിച്ച റൂമിനകത്തേക്ക് ഇറങ്ങി. ഇയാൾ മുഖമടിച്ച് ആ ഹോമകുണ്ടത്തിന്റെ സൈഡിൽ പോയി തലയിടിച്ച് അയാൾ വീണു. പെട്ടെന്ന് ഇയാൾ ചാടി എഴുന്നേക്കാൻ നോക്കി, നടക്കുന്നില്ല, മരിച്ച പോലെ ഇയാൾ കിടക്കുന്നു. ഉള്ളിൽ ഇയാൾക്ക് നല്ല ബോധമുണ്ട്. ഇയാൾ നോക്കുമ്പോൾ ഒരു വെളുത്ത രൂപം ഇയാളുടെ റൂമിനകത്ത് ഇറങ്ങി ഇങ്ങനെ നിൽക്കുക. ഇയാൾ ഉറക്കെ ചോദിച്ചു, ആരാണ് താങ്കൾ? ഉടനെ ആ വെളിച്ചം ഇങ്ങനെ പറഞ്ഞു, യേശുവാണ് ഞാൻ യേശുവാണ്. ഇയാൾ പറഞ്ഞു, എന്തിനാണ് എൻ്റെ റൂമിൽ വന്നത്? ആ വെളിച്ചം ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെതിരെയാണ് നീ ഇത് ചെയ്യാൻ നോക്കിയത്, എൻ്റെ മകൾക്കെതിരെയാണ് നീ ഇത് ചെയ്യാൻ നോക്കിയത്. അത് ഞാൻ അനുവദിക്കില്ല, ഞാനത് സമ്മതിക്കില്ല. സ്തോത്രം. ഇന്ന് പകൽ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം തോന്നുന്നുണ്ടെങ്കിൽ, ഓ നീ ഒരു ദൈവ പൈതലാണെന്നുള്ള ഒരു അഭിമാനം നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇനി ആരെങ്കിലും ദൈവ പൈതലായി തീർന്നിട്ടില്ലെങ്കിൽ നിനക്ക് അതിനുള്ള ഒരു അവസരമെന്നാണ് ഇത് എന്ന് ദൈവാത്മാവ് ഇന്ന് പകൽ നിന്നോട് ഓർപ്പിക്കുകയോ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. നോക്കണേ, ഈ മനുഷ്യൻ നിലവിളിക്കാൻ തുടങ്ങി. ഇയാൾ ബഹളം വെക്കാൻ തുടങ്ങി. എന്തിനാണ് എൻ്റെ റൂമിൽ വന്നത്? എന്നെ കൊല്ലരുതേ, എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഈ വെളിച്ചം ഇങ്ങനെ പറഞ്ഞു, നിന്നെയും ഞാൻ സ്നേഹിക്കുന്നു, നിന്നെയും ഞാൻ സ്നേഹിക്കുന്നു, നിന്നെയും എനിക്കിഷ്ടമാ. ഈ മനുഷ്യൻ ആ തറയിലൂടെ വലിഞ്ഞു ചെന്ന് ആ വലിയ വെളിച്ചത്തിൻ്റെ കാൽപാദത്തിൻ്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇനി മുതൽ ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും, ഇനി മുതൽ അങ്ങയുടെ ദാസനായി ഞാൻ ജീവിക്കും. ഇന്ന് ലോകരാജ്യങ്ങളിൽ അദ്ദേഹത്തെ ദൈവശക്തിയോട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പകരം ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഈ ലോകത്തിലുള്ള മുഴുവൻ ശക്തികളെക്കാൾ വലിയതാ ഞാനും നീയും സേവിക്കുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കുകയും സകല വാഴ്ചകൾക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും അത്യന്തം മീതെ ഇരുത്തുകയും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മേലായ നാമവും നൽകി. വിളിക്കപ്പെടുന്ന
ഏതൊക്കെ നാമം ഇന്ന് ലോകത്തിൽ മനുഷ്യൻ വിളിക്കുന്നുണ്ടോ ആ സകല നാമങ്ങളുടെയും മുകളിൽ മേലായ നാമം നൽകി അവനെ സഭയുടെ തലയാക്കി. എന്നിട്ട് അടുത്ത വാക്യമാണ് നമുക്കുള്ള വാക്യം, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുത്തു. എന്തു കൊടുത്തു? ഈ അധികാരം കൊടുത്തു. അപ്പൊ ഈ അധികാരം ആരുടെ മേലാ കിടക്കുന്നേ? സഭയുടെ മേൽ. സഭയെന്ന് പറഞ്ഞ എന്താ? ബിൽഡിംഗ് അല്ല സഭ, കെട്ടിടമല്ല സഭ. ഞാനാ സഭ, നിങ്ങളാ സഭ, നിങ്ങളാ സഭ. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. എന്തിനാ കർത്താവ് പണിയുന്നേ? ബിൽഡിങ്ങിനെ പണിയുന്നല്ല, കെട്ടിടം വെക്കുമെന്നല്ല, വലിയ AC ഹോൾ ഉണ്ടാക്കുമെന്നല്ല. അതെല്ലാം ആവശ്യമാ. പക്ഷേ കർത്താവിന് പണിയാനുള്ളത് എന്നെയും നിങ്ങളെയാ. നമ്മുടെ ചില സ്വഭാവങ്ങൾ കർത്താവിന് പണിയാനുണ്ട്. നമ്മുടെ ചില മേഖലകളെ കർത്താവിന് പണിയാനുണ്ട്. ചിലത് ഉടച്ചു വാർക്കാനുണ്ട്. അങ്ങനെ ഉടച്ചു വാർക്കപ്പെടുമ്പോഴാണ് കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു വ്യക്തിയായി നീ മാറുന്നത്. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ ഉറക്കെ വിളിച്ചു പറയാം, ദൈവവൈതലേ, നീ പോലും അറിയാതെ നിനക്കെതിരെ, നിന്നെ തകർക്കാൻ, നിന്നെ നശിപ്പിക്കാൻ, നിന്നെ മുടിച്ചു കളയാൻ കടന്നു വരുന്ന അന്യായ ശക്തികളെ, അന്യായ ബന്ധനങ്ങളെ നീ പോലും അറിയാതെ അവനതിനെ തുടച്ച് നീക്കിയത് കൊണ്ട് ഇന്ന് പകലും നീ ആരോഗ്യത്തോട് ഇവിടെ ഇരിക്കുന്നത്, സന്തോഷത്തോടെ കൈയടിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് അവൻ നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്തുകൊണ്ട്. ഞാൻ വിശ്വാസ യുഗത്തിലേക്കൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമില് എനിക്ക് വ്യക്തിപരമായൊരു അനുഭവം ഉണ്ടായി. ആ അനുഭവം ഇതാണ്. അന്ന് എനിക്ക് ഈ മാർഗത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല, ചെറുതായിട്ടൊക്കെ അറിയത്തുള്ളൂ. സത്യദൈവം യേശു ആണെന്ന് എനിക്കറിയാം, അത്രേ അറിയത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മുൻപിൽ 2 സഹോദരങ്ങൾ ഇരിപ്പുണ്ട്. ഇവരുടെ സംസാരത്തിൽ, ഈ ബസ്സിലിരുന്ന് വർത്താനം പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര ശബ്ദത്തിലാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ ബസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകൾ കേൾക്കാം. ഞാൻ തൊട്ട് പുറകിലത്തെ സീറ്റായിരിക്കുക. അപ്പോൾ ഒരുത്തൻ മറ്റവനോട് പറയുക, ഇവരുടെ സംസാരത്തെ എനിക്ക് മനസ്സിലായി, ഇവർ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവുക. അവിടെ എന്തിനാ? അവിടെ കൂടോത്രം ചെയ്യാൻ പോവുക. ഇവരുടെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി. അപ്പം ഇതിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകുന്നു. ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുത്തൻ മറ്റവനോട് പറയാം, എടാ എത്ര ചെയ്താലും ഏക്കാത്ത ഒരു കൂട്ടമുണ്ട്, എത്ര ചെയ്താലും അവർക്കിട്ട് എത്ര ചെയ്താലും ഏക്കത്തുമില്ല, ഇത് തിരിച്ചടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ ചെവി വട്ടം പിടിച്ചിരിക്കുക, അത് ഏത് കൂട്ടമാണെന്നറിയാൻ. കാരണം ആ കൂട്ടത്തിൻ്റെ കൂടെ ചേർന്നാൽ മതിയല്ലോ. പിന്നെ ഇങ്ങനെ ചെവി വട്ടം പിടിച്ചിരിക്കുമ്പോൾ ഒരുത്തൻ മറ്റവനോട് പറയാം, ഈ കൈയൊക്കെ അടിച്ച് ബഹളം വെക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പം ഞാനത് ശ്രദ്ധിച്ചു. കൈയടിച്ച് ബഹളം വെക്കുന്ന, ഞാൻ പോകുന്ന ചർച്ചിൽ അങ്ങനെ കൈയടിച്ച് ബഹളം വെക്കുന്നില്ല, വളരെ ഡീസൻ്റ് അവിടെ എല്ലാവരും. അവരാരും ഇങ്ങനെ ബഹളം വെച്ച് ചുമ്മാ തുള്ളിച്ചാടി ഒന്നുമില്ല, വളരെ ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കും, വചനം കേൾക്കും, കേട്ട് കഴിയുമ്പം കൊള്ളായിരുന്നു കേട്ടോ എന്നും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും. അത്രയും പരിപാടിയുള്ള അവിടെ. അപ്പോൾ ഈ കൈയടിച്ച് ബഹളം വെക്കുന്ന ആരാണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. അപ്പോൾ ആ മറ്റവനും മനസ്സിലായില്ല. അവൻ ചോദിച്ചാൽ ആരാണ് ഈ കൈയടിച്ച് ബഹളം? ഉടനെ അവൻ പറഞ്ഞു, എടാ ഈ പെന്തക്കോസുകാരുണ്ടല്ലോ കൈയടിച്ച് ബഹളം വെക്കുന്നേ, അവർക്കിട്ട് ഇത് ചെയ്താൽ ഏക്കത്തുമില്ല, ഈ സാധനം തിരിച്ചടിക്കുകയും ചെയ്യും. പ്രൈസ്തലോ. ഞാൻ അറിയാതെ അവിടെ ഇരുന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞു. ബസ്സിനകത്തിരുന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഈരാറ്റുപേട്ട വരെ ഇവന്മാർ മിണ്ടിയിട്ടില്ല. പിന്നെ ഇവർക്ക് മനസ്സിലായി ഇവനും അവരുടെ കൂട്ടത്തിലുള്ളവർ. ഇനി പോകുന്ന പരിപാടിയും കൂടെ വെറുതെ വേസ്റ്റായി പോകും, അതുകൊണ്ട് മിണ്ടിയിട്ടില്ല അവിടെ വരെ. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇത് ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം എന്താണെന്നുള്ളത് ലോകത്തിനറിയാം. പക്ഷെ ഇപ്പോഴും അറിയാത്ത ഒരു കൂട്ടരുണ്ട്. ആരാന്നറിയോ? നമുക്കൊരു പിടിയില്ല ഇതിനെക്കുറിച്ച്. നമുക്കാകെ അറിയാവുന്നത് സ്പീഡ് കൂടുമ്പം, ശബ്ദം കൂടുമ്പം തിരിച്ചു പിടിപ്പിച്ചോണമെന്നാ. എന്തിനാണെന്ന് പോലും അറിയത്തില്ല. ചിലപ്പോൾ മായാവിയുടെയും കുട്ടൂസൻ്റെയും കഥ പറഞ്ഞാലും മതി, സ്പീഡിൽ പറയണം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് തകർത്തുകളെ. പ്രൈസലോ. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമ്മളോട് ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഈ വചനമൊക്കെ കേൾക്കുമ്പോഴത്തേനുമേ നിങ്ങളുടെ ഉള്ളിലൊരു ആവേശമൊക്കെ ഇങ്ങനെ വന്നിട്ട് കൈയൊക്കെ അടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇതൊരു അഭിഷേകമാണ്, ഇതൊരു ദൈവശക്തിയാ. പൗലോസൊക്കെ പറയാം, ഞങ്ങൾ പ്രസംഗിച്ച വചനം കേവലം വചനമായിട്ടല്ല, ഇത് ദൈവശക്തിയായിട്ട് നിങ്ങളിലേക്ക് ഇറങ്ങി വരണം.
ആ ദൈവശക്തിയാണ് നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതെന്ന് അറിയണം. ഞാൻ പറയാം, എല്ലാ വചനങ്ങളും ഒന്നും നമുക്ക് ചിലപ്പോൾ ക്ലിക്കാകത്തൊന്നുമില്ല. പക്ഷെ ചിലത് ക്ലിക്കാകത്തില്ലേ, അത് നിങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ് ക്ലിക്കാകുന്നത്. ആ വചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അത് നമ്മുടെ വിടുതലിന്റെ മേഖലയായതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ പറയാം, നമുക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 10:9 കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ആ കുഞ്ഞു വാക്യത്തിന് എത്ര വലിയ അർത്ഥമുണ്ടെന്നറിയോ? യേശു പറയാം, ഞാൻ വാതില, ഞാൻ വാതില. നമ്മുടെ എല്ലാം വീടിന് എന്തുണ്ട്? വാതിലുണ്ട്. നമ്മുടെ ഈ ചർച്ചിന് എന്തുണ്ട്? വാതിലുണ്ട്. ഈ വാതിലിനകത്തൂടെ കയറാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? എന്നും വാതിലിൽ കൂടെ ഇനി മേളിൽ കൂടെ വരാം എന്നും പറഞ്ഞ് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇന്ന് വരാൻ പറ്റിയല്ല, എന്നെ എതിരെ വരത്തുള്ളൂ. ഈ വാതിലിൽ കൂടെ നിങ്ങൾ കയറാനുള്ള കാരണം എന്നാണെന്നറിയോ? അതൊരു കാരണമുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ഇതിനകത്തൂടെ കയറാൻ. ഇതിനകത്ത് കയറാനുള്ള ഒരു കാരണം എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ വാതിലിനേക്കാൾ ചെറുതായതുകൊണ്ടാണ് കയറിയത്. നിങ്ങൾ ഈ വാതിലിനേക്കാൾ വലുതായിരുന്നെങ്കിലോ കയറാൻ പറ്റത്തില്ല. പുറത്തു നിന്ന് ഇടയ്ക്ക് ഡോറ് തുറക്കുമ്പോൾ വല്ലതും കേൾക്കാന്നുള്ളതല്ലാതെ കേൾക്കാനും പോലും പറ്റത്തില്ല, അല്ലേ? അപ്പൊ ഈ വാതിലിനകത്തൂടെ നമ്മൾ കയറാനുള്ള കാരണം നമ്മൾ ഈ വാതിലിനേക്കാളും ചെറുതാ. ഇവിടെ യേശു പറഞ്ഞത്, ഞാൻ ആരാണ്? വാതില. യേശു ആരാണ്? വാതില. ഇനി ആ വാതിലിൽ കൂടെ അകത്ത് കയറാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആ വാതിലിന്റെ വലിപ്പം നമുക്കൊന്ന് നോക്കാം. വാതിൽ വലിപ്പമുള്ളതാണല്ലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊക്കെ കയറാൻ പറ്റുന്ന ഒരു വാതിലാണോ അതെന്ന് നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് വളരെ ചുരുക്കം പേര് മാത്രം ഇതിനകത്തൂടെ കയറുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ വാതിലിന്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതൊരു വലിയ വാതിലായിരുന്നു. ഫിലിപ്പിയർ 2:5 അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ചെറുതായി 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 ദാസരൂപമെടുത്തു. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഈ വലിയ വാതില് ചെറുതായി 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 ഒരു നാരോ ഡോറായി, ഒരു ചെറിയ വാതിലായി. എന്നിട്ട് കർത്താവ് അവിടെ നിന്നിട്ട് പറയാ, വാതില വരുന്നോ? അപ്പൊ നമ്മൾ നോക്കും, ആയിട്ടില്ല, ഇച്ചിരി കൂടെ ഒന്ന് ട്രൈ ചെയ്യണം, ഇച്ചിരി കൂടെ ഒന്ന് ശരിയാകാനുണ്ട്. അപ്പൊ മനസ്സിലാകുന്നൊരു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ വാതിലിനേക്കാൾ വലിയ ഒറ്റ ഒരുത്തിനും ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. വാതിലിനേക്കാൾ എവിടെ നീ ചെറുതാകുന്നു അവിടെ നിനക്കകത്ത് കയറാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സമത്വത്തിലിരുന്നവൻ അത് മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ മനുഷ്യരൂപമെടുത്തെന്നല്ല, ദാസരൂപമെടുത്തു. എത്രത്തോളം ആ വാതിൽ ചെറുതായെന്ന് നിങ്ങൾ നോക്കിക്കേ. അതുകൊണ്ട് അന്ത്യ അത്താഴ ദിവസവും ശിഷ്യന്മാര് കസേരയ്ക്ക് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആരാടാ വലിയവൻ, ആരാടാ വലിയവൻ എന്നും പറഞ്ഞ് അടി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി കസേരയ്ക്ക് അടി ഉണ്ടാക്കുന്ന മുക്കുവന്റെ കാൽക്കൽ വന്നിരുന്നു. നിന്റെ കാലെടുത്ത് എൻ്റെ മടിയിലേക്കൊന്ന് വെച്ചേ, എനിക്ക് ആ കാലൊന്ന് കഴുകണം. പത്രോസ് പറഞ്ഞു, കർത്താവ് എന്നെ പണിയായി കാണിക്കുന്നത്? ദാണ്ട ആ സിംഹത്തിന്റെ തലയുള്ള കസേരയുണ്ടല്ലോ നിനക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന, അതേ പോയി ഇരിക്ക്, നീ ഇവിടെ തറയെ വന്നിരിക്കാതെ. കർത്താവ് പറഞ്ഞു, പത്രോസേ, നിന്റെ കാല് കഴുകാൻ നീ എന്നെ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാനും നീയുമായി യാതൊരു പങ്കും ഓഹരി ഉണ്ടാകത്തില്ല. നീ ഒരു മുക്കുവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, നീ മീൻനാറ്റം ഉള്ളവനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ നിന്നെ എൻ്റെ കൂടെ കൂട്ടിയത്. പക്ഷേ എന്നേക്കാൾ ശ്രേഷ്ഠനായി ഞാൻ നിന്നെ ഇന്ന് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെ ചെറുതാകുന്നതെന്നാ പറയുന്നേ? എങ്ങനെ ചെറുതാകുന്നതെന്നാ പറയുന്നേ? അല്ലേ? നമ്മുടെയൊക്കെ പല ചർച്ചിലും 10-28 വർഷമായിട്ട് ഞാൻ മിനിസ്റ്റർ ചെയ്യുന്നയാളാണ്. നമ്മുടെയൊക്കെ പല സഭകളിലും പാദം കഴുക്കൽ ശുശ്രൂഷ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. തലയാഴ്ച പാസ്റ്റർ പറയും, അടുത്ത ഞായറാഴ്ച നമുക്ക് പാദം കഴുക്കൽ ശുശ്രൂഷ ഉണ്ടായിരിക്കും. ഇപ്പം തോമാച്ചൻ അവറാച്ചനെ നോക്കി വെക്കും, കാണുമല്ലോ അല്ലേ? കാണും. തോമാച്ചൻ അവറാച്ചൻ്റെ കാലം എഴുതുന്നതിന് കുഴപ്പമില്ല, രണ്ടുപേരും BMW വരുന്നവരാ, കുഴപ്പമില്ല.
അവിടെ ഒരു ടാപ്പിങ്ങുകാരനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാവം പിടിച്ച ഒരു കൂലിപ്പണിക്കാരനുണ്ടെങ്കിൽ അവൻ്റെ കാല് മിക്കവാറും എല്ലാ വർഷവും പാസ്റ്ററെ കഴുകും, വേറൊരുത്തരും കഴുകുകയില്ല. ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നീ എന്തിനാ ഇത് ചെയ്യുന്നത്? നീ എന്ത് കാര്യത്തിനാണ് ഇത് ചെയ്യുന്നത്? മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണാൻ വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയാ. സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഇറങ്ങി വന്ന എൻ്റെ നാഥൻ മുക്കുവൻ്റെ കാലെടുത്ത് മടിയിൽ വെച്ച് അവൻ്റെ കാല് കഴുകി തുടച്ച്, ഹല്ലേലൂയ, അവൻ മാതൃക കാണിച്ചു തന്നത് ഇത് ചുമ്മാ ആക്ട് ചെയ്യാൻ വേണ്ടിയല്ല, അത് മനോഭാവം അതിലേക്ക് വരാൻ വേണ്ടിയാ. നീ എന്നേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാ. ചെറുതാകാൻ പറ്റുമോ? ചെറുതാകാൻ പറ്റുമോ? ഈ ഡോറിനകത്തൂടെ കയറാൻ പറ്റുമോ? അയ്യോ, ഈ ഡോർ ഏറ്റവും ചെറുതാന്നേ. ഇതിനകത്തൂടെ കയറണമെങ്കിൽ നീ നന്നായി ചെറുതാകണം. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ ഈ വാതിലിലൂടെ കുറച്ചു പേര് മാത്രം കയറുന്നത്. ഈ ഡോർ വിശാലമായിരുന്നെങ്കിൽ എല്ലാവരും വന്ന് കയറിയേനെ. പക്ഷെ കർത്താവ് പറഞ്ഞ എല്ലാവർക്കും കയറാൻ പറ്റത്തില്ല കേട്ടോ. വാതിലിന് അടുക്ക വരെയൊക്കെ വരാൻ പറ്റും, പക്ഷെ അകത്തോട്ട് കയറണമെങ്കിൽ നീ ഈ ഡോറിനേക്കാൾ ചെറുതായേ പറ്റൂ. അതുകൊണ്ട് യേശുവോടെ പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. അടുത്ത വാക്ക്, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്നാണോ? അല്ല, രക്ഷപ്പെടുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാ ട്രാൻസ്ലേഷനിലും ഞാൻ നോക്കി. ഇനി മലയാളത്തിൽ വന്നപ്പം തെറ്റിപ്പോയതാണോ? രക്ഷിക്കപ്പെടും എന്ന പദമല്ല അവിടെ എഴുതിയിരിക്കുന്നത്, രക്ഷപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നത്. പ്രൈസലോ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞ് രക്ഷപ്പെടും എന്ന് പറ. രക്ഷപ്പെടുന്നേ. രക്ഷപ്പെടും. എവിടെയാ രക്ഷപ്പെടണ്ടേ? അവിടെ എല്ലാം രക്ഷപ്പെടും. സാമ്പത്തികമാണോ? രക്ഷപ്പെടും. വിദ്യാഭ്യാസമാണോ? രക്ഷപ്പെടും. കുടുംബജീവിതമാണോ? രക്ഷപ്പെടും. ബിസിനസ്സാണോ? രക്ഷപ്പെടും. ശുശ്രൂഷയാണോ? രക്ഷപ്പെടും. വിശ്വാസത്തോടങ്ങ് പ്രഖ്യാപിക്ക്, രക്ഷപ്പെടും. കാരണം ഈ വാതിലിലൂടെ കയറിയവൻ രക്ഷപ്പെടുമെന്ന് ബിജു ഡൊമിനിക് പാസ്റ്റർ അല്ല പറഞ്ഞത്, അരുമനാഥനായ വചനമായ എൻ്റെ യേശുവാ പറഞ്ഞ്. എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അടുത്ത വാക്ക്, അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ദീർഘനാളുകളായി ഒരു മേച്ചിൽ കാണാതെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലൊരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ഈ വാതിലിലൂടെ നീ അകത്ത് കയറിയാ മതി. നീ രക്ഷപ്പെടുക മാത്രമല്ല, നീ മേച്ചിൽ പുറം കണ്ടു തുടങ്ങും. മരുഭൂമികളെ ഉദ്യാനമാക്കി തീർക്കുന്ന ആ കർത്താവിൻ്റെ ശക്തി ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കും. മരുഭൂമികളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ ഇന്ന് പകൽ നിന്നെ നോക്കി ദൈവാത്മാവ് വിളിച്ചു പറയുകയാ, നിനക്കൊരു ഉദ്യാനം അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. അവനകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അടുത്ത വാക്യത്തിൽ ഈ മേച്ചിൽ കാണുമ്പോ വരുന്ന ഒരു പുള്ളിയുണ്ട്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളൻ എവിടാ വരുന്നതെന്നറിയോ? കള്ളൻ എവിടാ വരുന്നേ? പണ്ട് കാലത്ത് നമുക്കറിയാം, കപ്പയും ചേനയും മാങ്ങയും ചക്കയും ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്നവനെ കള്ളൻ എന്ന് വിളിക്കുമായിരുന്നു, അല്ലേ? കള്ളൻ വന്നു, ഇന്നലെ പറമ്പിൽ കള്ളൻ കയറി വാഴക്കൊല വെട്ടിക്കൊണ്ടുപോയി. അതൊക്കെയായിരുന്നു പണ്ടത്തെ കള്ളന്മാർ. ഇന്ന് വാഴക്കൊല വെട്ടിക്കൊണ്ടു പോകുന്നവനെ ആരെങ്കിലും കള്ളാന്ന് വിളിക്കുമോ? കള്ളന്മാർക്ക് തന്നെ സ്റ്റാൻഡേർഡ് കൂടി. ഏറ്റവും കുറഞ്ഞത് ഒരുത്തനെ കള്ളാന്ന് വിളിക്കണമെങ്കിൽ ഹൈ സെക്യൂരിറ്റി സിസ്റ്റമുള്ള ATM കൗണ്ടറിൽ നിന്ന് ആ അലാം അടിക്കാതെ അതിനകത്തിരിക്കുന്ന പൈസ എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നവനെയെ ഇന്ന് ഏറ്റവും കുറഞ്ഞത് കള്ളൻ എന്ന് വിളിക്കുകയുള്ളൂ. 1953 കലണ്ടറുകളൊക്കെ പത്രങ്ങളൊക്കെ, പത്രക്ലിപ്പുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ, ഓൺലൈനിലൊക്കെ ചില സമയത്ത് കാണാൻ പറ്റും. അതിനകത്തൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, തങ്കച്ചൻ്റെ പറമ്പിൽ നിന്ന് ചേന മോഷണം പോയി. അന്നത്തെ വാർത്തകളാണ് അതൊക്കെ. സ്തോത്രം. ഇന്ന് അങ്ങനെ ആരെങ്കിലും വാർത്ത ഇടുവോ? നമ്മുടെ പറമ്പിൽ കയറി 10 ചക്ക ഇട്ടുകൊണ്ട് പോയി, പിറ്റേ ദിവസം മനോരമയ്ക്കകത്ത് കൊടുക്കുവോ? എൻ്റെ 10 ചക്ക കാണുവാനില്ല, ചക്കയുടെ ഫോട്ടോയും വെച്ചിട്ട് വെക്കുവോ? ഇല്ല. കാരണം എന്താ? അതൊന്നും ഒരു കള്ളത്തരമായിട്ട് ഇപ്പം നമുക്ക് തോന്നുന്നില്ല. പക്ഷേ വരുന്ന വാർത്തകൾ എന്താണ്? ATM കൗണ്ടറിൽ ഉണ്ടായിരുന്ന ഇത്ര ലക്ഷം രൂപ
മോഷ്ടാക്കൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. അപ്പൊ ഏറ്റവും കുറഞ്ഞത് അങ്ങനെയുള്ളവരെ ഇന്നത്തെ കാലത്ത് കള്ളാന്ന് വിളിക്കത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ കള്ളന്റെ സ്റ്റാൻഡേർഡ് പോലും മാറിപ്പോയി. അപ്പൊ കള്ളൻ എവിടെയാ വരുന്നേ? ചിലരിങ്ങനെ പറയാറുണ്ട്, ഞാൻ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് 40 വർഷമായി 50 വർഷമായി ഇന്ന് വരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ചെറ്റക്കുടിലിൽ കള്ളം കയറാറില്ല. മനസ്സിലായവർക്കായി സ്തോത്രം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഓർത്തോണം, എന്തോ ഉണ്ട്, എന്തോ ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നേ. പ്രശ്നങ്ങളില്ലെങ്കിൽ കള്ളൻ ആ പരിസരത്ത് പോലും വരത്തില്ല, അല്ലേ? ഡോറ് പോലും ഇല്ലാത്ത വീട്ടിലേതെങ്കിലും കള്ളം വന്ന് കയറുമോ? കയറത്തില്ല. ചെറ്റക്കുടിലിൽ കള്ളം കയറത്തില്ല. അപ്പൊ ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഓർത്തോണം, ഒരു മോഷണ ശ്രമം നടക്കുന്നുണ്ട്, ഒരു മോഷണ ശ്രമം നടക്കുന്നുണ്ട്. അതവിടെ എഴുതിയിരിക്കുന്ന, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പൊ കള്ളന്റെ ലക്ഷ്യം എന്താ? 3 കാര്യങ്ങളാ. 1 മോഷ്ടിക്കുക, 2 അറുക്കുക, 3 മുടിക്കുക. ഈ 3 പദത്തിനും വലിയ അർത്ഥവ്യാപ്തിയുണ്ട്. എന്താണ് പിശാച് നിന്നിൽ നിന്ന് മോഷ്ടിക്കുന്നത്? നീ ആത്മീയ ജീവിതമുള്ള ഒരു വ്യക്തിയാണോ? നിന്റെ ആത്മീയ ജീവിതത്തെ മോഷ്ടിക്കണമെന്ന പിശാചിന്റെ ആഗ്രഹം. നീ സാമ്പത്തികമായി സെറ്റിലായിരിക്കുന്ന വ്യക്തിയാണോ? നിന്റെ സമ്പത്തിനെ ഇല്ലായ്മ ചെയ്യണമെന്നാണ് പിശാചിന്റെ ആഗ്രഹം. നീ നല്ല ശുശ്രൂഷയുള്ള ഒരു വ്യക്തിയാണോ? നിന്റെ ശുശ്രൂഷയെ ഇല്ലാതെയാക്കണമെന്നാണ് പിശാചിന്റെ ആഗ്രഹം. ഇവൻ എതിലെയാ വന്ന് കയറുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, അല്ലേ? കള്ളൻ എങ്ങനല്ലേ വരുന്നേ? അത് തലേദിവസം വിളിച്ചു പറയുമോ? വെളുപ്പിനെ ഒരു 2:30ക്കും 3:30ക്കും ഇടയ്ക്ക് നിങ്ങളൊക്കെ നല്ല ഉറക്കത്തിലാകുന്ന സമയത്ത് ഞാൻ അങ്ങ് വരും കേട്ടോ. കള്ളം പറയുമോ? പറയത്തില്ല. ഇവനാരും അറിയാതെ വരുന്നേ, ഇവനാരും അറിയാതെ വന്ന് എടുത്തുകൊണ്ട് പോകും. ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ അറിയും, ചിലപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും ആ മോഷണത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം ഇവൻ ആരും അറിയരുതേ എന്ന ചിന്തയിലാണ് ഇവൻ വന്ന് ഇതെടുത്തുകൊണ്ട് പോകുന്നത്. ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചിലതിനെ അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലത് മടക്കിയെടുത്തോണം. നിന്റെ ആരോഗ്യത്തെ ആണെങ്കിൽ അത് മടക്കിയെടുക്കണം. ആ കള്ളന്റെ കയ്യിൽ നിന്ന് അതിനെ മടക്കിയെടുക്കണം. ആ പിശാചിന്റെ കയ്യിൽ നിന്ന് അതിനെ മടക്കിയെടുക്കണം. നിന്റെ ആത്മീയ ജീവിതമാണോ? അതിനെ മടക്കിയെടുക്കണം. നിന്റെ ഭൗതിക നന്മകളാണോ? അതിനെ മടക്കിയെടുക്കണം. നിന്റെ തലമുറകളാണോ? അതിനെ മടക്കിക്കൊണ്ടുവരണം. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുക, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. മേച്ചിൽപ്പുറം കണ്ട ഉടനെ ആര് വന്നു? കള്ളൻ വന്നു. കള്ളൻ വന്ന ഉടനെ ആര് വന്നു? അടുത്ത വാക്യത്തില്, അവർക്ക് ജീവൻ ഉണ്ടാകാനും. ഇവൻ വന്ന എന്തിനായിരുന്നു? 1 മോഷ്ടിപ്പാൻ, 2 അറുപ്പാൻ. നമുക്കറിയാം, മൃഗങ്ങളെ അറുത്താ കൊല്ലുന്നേ. അറുക്കപ്പെടുന്ന ഒരു മൃഗം പെട്ടെന്ന് ചാകത്തില്ല. ഇത് രക്തം വാർന്നൊലിച്ചൊലിച്ചൊലിച്ചൊലിച്ച് അവസാനം ഇത് മരണത്തിന് വിധേയപ്പെടുകയാ, അല്ലേ? ഇവിടെ കർത്താവ് പറയുക, ഞാൻ വന്നിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ. ഓ, നിങ്ങൾ നോക്കിക്കേ, ജീവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ അറുത്തിട്ടിരിക്കുക. എപ്പോ വേണേലും മരണം സംഭവിക്കാം, എപ്പോ വേണമെങ്കിലും ഇല്ലാതായി പോകാം, എപ്പോ വേണമെങ്കിലും ബിസിനസ് പൂട്ടിപ്പോകാം, എപ്പോൾ വേണമെങ്കിലും പിന്മാറ്റത്തിൽ പോകാം, ആത്മീയ ജീവിതം നഷ്ടപ്പെടാം. ഓ സ്തോത്രം, ഒരു അറക്കൽ അവിടെ നടന്നിരിക്കുക. പക്ഷെ ഇതാ ഒരുവൻ വന്നിട്ട് പറയുക, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകാനും. പ്രൈസ് ദി ലോർഡ്. ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നലുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ നിനക്ക് സമൃദ്ധിയായി ജീവൻ തരാൻ ഒരുവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. സമൃദ്ധിയായി ജീവൻ തരും, സമൃദ്ധിയായി ജീവൻ തരും, സമൃദ്ധിയായി ജീവൻ തരും. ഏതൊക്കെ മേഖലകളിലാണോ നിനക്കൊരു സമൃദ്ധി ആവശ്യം, ആ മേഖലകളിൽ നിനക്ക് അവൻ സമൃദ്ധി തരും. പ്രൈസ് ദി ലോർഡ്. ചിലർക്കൊരു സംശയം, കർത്താവ് സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കുമോ? അനുഗ്രഹിക്കും. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് അല്ലാതെ പിന്നെ ആരാ നമ്മളെ അനുഗ്രഹിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് നമ്മളെ ഉള്ളു കൊടുക്കാൻ, വേറെ ആരുമില്ല കൊടുക്കാൻ. കൊടുത്താലും അത് നിലനിൽക്കുന്ന കൊടുപ്പൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെക്കുന്നത് പോലെ ഒരു ലിമിറ്റേഷനും ഇല്ലാത്ത നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ഇന്ന് ഫിനാൻഷ്യലി തകർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം,
ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. നിന്റെ സ്ഥിതികളെ മാറ്റാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. ശാരീരികമായി ബലഹീനതയിലായി പോയ വ്യക്തിയായിരിക്കാം നീ. നിന്റെ ശരീരത്തിലെ അവയവങ്ങളെ നിർജീവമാക്കി കളയപ്പെട്ട അവസ്ഥയായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്നവൻ, നിനക്ക് സമൃദ്ധിയായി ജീവൻ തരുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ സമൃദ്ധിയായി ജീവൻ തരാൻ. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, കർത്താവിന്റെ വരവിന്റെ ലക്ഷ്യം എന്താ? ഒന്ന്, അവർക്ക് ജീവൻ ഉണ്ടാകണം. രണ്ട്, സമൃദ്ധിയായി ജീവൻ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഒരു സമൃദ്ധിയിലേക്ക് നയിക്കാൻ ഏതൊക്കെ മേഖലകളിലാണോ നമുക്കൊരു സമൃദ്ധി ആവശ്യം, ആ മേഖലകളിൽ നമുക്കൊരു സമൃദ്ധി തരാനാ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ചാരംഭിച്ച വാക്യം മറക്കരുത്. അവൻ പ്രതിക്രിയ ചെയ്യുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത മേഖലകളിൽ നമുക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്ന ദൈവം. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടയ്ക്കാമോ? ഒന്ന് ദൈവത്തോട് പറയാമോ? കർത്താവേ, എൻ്റെ ഇന്ന ഇന്ന മേഖലകളിൽ എനിക്കൊരു പ്രതിക്രിയ ആവശ്യമാണ്. ഇന്ന ഇന്ന മേഖലകളിൽ ഞാൻ തകർന്നു പോയിട്ടുണ്ട്. ഇന്ന ഇന്ന മേഖലകളിൽ കർത്താവെ, പൊടുന്നനവേ ഒരു ലോസ് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, ഒരു നഷ്ടം എന്നിൽ വന്നിട്ടുണ്ട്. കർത്താവെ, ആ മേഖലയിൽ എനിക്കൊരു പ്രതിക്രിയ ആവശ്യമാണ് എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽ ഇവിടെ വെളിപ്പെട്ട വചനത്തിൻ്റെ ശക്തി അത്രയും ഈ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ.